കഥ തുടരുന്നു. സുലോചനയ്ക്കും ശശാങ്കനും ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് തയ്യാറാക്കി ജ്യോതി ഡൈനിങ് ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ചു. അവർ പോയി കഴിഞ്ഞു വേണം ATM-ൽ ചെന്ന് ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് പരിശോധിക്കാൻ. ഓഫീസിൽ പോകാൻ വേഷം ധരിച്ച് സുലോചനയും ശശാങ്കനും ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. മോനെവിടെ? സുലോചന തിരക്കി. ഇതുവരെ ഉണർന്നില്ല. ജ്യോതിക്ക് വലിയ കഷ്ടപ്പാടായി അല്ലേ? ഒറ്റയ്ക്ക് വീട്ടുജോലികളും കുഞ്ഞിനെ നോക്കലും പിന്നെ മനസ്സമാധാനക്കേടും. ശശാങ്കൻ സഹതപിച്ചു. ഞങ്ങളുടെ കാര്യമോർത്ത് നീ വിഷമിക്കേണ്ട മോളെ. കുറച്ച് ദിവസം ലീവ് എടുക്കാം. നീ വേണമെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വാ. അവിടെ ആകുമ്പോൾ തൽക്കാലത്തേക്കെങ്കിലും എല്ലാം ഒന്ന് മറക്കാൻ പറ്റും. സുലോചന പറഞ്ഞു. വീട്ടിലേക്ക് ചെന്നാൽ അവർ സ്വീകരിക്കുമോ എന്ന സംശയമായിരുന്നു അവർക്ക്. വേണ്ട ചേച്ചി, എനിക്കൊരു കഷ്ടപ്പാടുമില്ല. സുലോചന ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിൽ വെച്ചു. ഒറ്റയ്ക്കല്ലേ നീ ഇവിടുള്ളൂ? സൂക്ഷിക്കണം. പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ കതക് തുറക്കരുത്. ഇല്ലെന്ന് അവൾ തലയാട്ടി. സുലോചനയും ശശാങ്കനും കാറിൽ കയറി യാത്രയായി. വാതിലടച്ചിട്ട് ജ്യോതി ബെഡ്റൂമിലേക്ക് ചെന്നു. മഹേഷ് ഉണർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ അവളെ കണ്ട് അവൻ വെളുത്ത കൊച്ചരി പല്ലുകൾ കാട്ടിച്ചിരിച്ചു. അമ്മേ, അവൻ സ്നേഹത്തോടെ വിളിച്ചു. മോനിപ്പം പാല് കാച്ചി തരാം കേട്ടോ. മഹേഷിന് കൊടുക്കാൻ പാല് തയ്യാറാക്കുമ്പോൾ രമേഷിനെ കുറിച്ചാണ് അവൾ ആലോചിച്ചത്. ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലാത്ത മനുഷ്യനാണ്. വെറുപ്പാണ് അയാളോട് തോന്നുന്നത്. വഞ്ചകനാണ്, കൊലപാതകിയാണ്. പക്ഷേ തൽക്കാലം സഹായിച്ചേ പറ്റൂ. ഹരിയുടെ കല്യാണം കഴിയുന്നവരെയെങ്കിലും രമേഷിൻ്റെ ഭാര്യയായി തനിക്ക് ജീവിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ് അമ്മ വിശക്കുന്നോ? മഹേഷ് അടുക്കളയിലേക്ക് ഓടി വന്നു. അവൾ അവനെ പഴം പുഴുങ്ങിയതും പാലും കൊടുത്തു. പിന്നെ ഉടുപ്പിടിവിച്ച് അവളും വേഷം മാറി. നമ്മളെങ്ങോട്ട് പോവാ? മഹേഷ് ചോദിച്ചു. കടയിൽ. മുട്ടായി മേടിക്കാനാണോ? അവന് സന്തോഷമായി. ATM കാർഡ് എടുത്ത് ബാഗിൽ വെച്ച് വീട് പൂട്ടി മഹേഷിനെയും കൊണ്ട് അവൾ ഇറങ്ങി ഗേറ്റിന് നേരെ നടന്നു. ബാങ്കിൽ പണം കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ആഭരണങ്ങൾ മുഴുവൻ ബാങ്ക് ലോക്കറിലാണ്. 4 വളകളും ഒരു മാലയും കമ്മലും മാത്രമേ കയ്യിലുള്ളൂ. അവൾ നടന്ന് റോഡിലെത്തി ബസ് സ്റ്റോപ്പിൽ നിന്നു. എതിർവശത്തുള്ള ബേക്കറിയിൽ ഇരുന്ന് 2 ചെറുപ്പക്കാർ അരസമട്ടിൽ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ടായിരുന്നു. പോലീസ് കോൺസ്റ്റബിൾമാരായ ജയപ്രകാശും വിനോദുമായിരുന്നു അവർ. യൂണിഫോമിലായിരുന്നില്ല രണ്ടുപേരും. ജ്യോതിയെ അവർ കണ്ടു. ബസ് വന്നപ്പോൾ അവൾ അതിൽ കയറി. ജയപ്രകാശും വിനോദും അവരുടെ ബൈക്കിൽ ബസ്സിനെ പിന്തുടർന്നു. ടൗണിൽ ബാങ്കിനടുത്ത് അവൾ ഇറങ്ങി. മഹേഷിനെ കൊണ്ട് ATM-ൽ ചെന്ന് ബാലൻസ് പരിശോധിച്ചു. വെറും 4200 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 50,000 എങ്ങനെ അടയ്ക്കും? വളകൾ ബാങ്കിൽ പണയം വയ്ക്കാം. ഒഴിഞ്ഞ കൈത്തണ്ടകൾ കാണുമ്പോൾ വളകൾ എവിടെ എന്ന് സുലോചന ചേച്ചി ചോദിക്കും. എന്തെങ്കിലും നുണ പറഞ്ഞു നിൽക്കാം. അവൾ ബാങ്കിലേക്ക് കയറി ചെന്നു. ഗോൾഡ് ലോൺ എന്നെഴുതിയ ബോർഡിന് പിന്നിൽ വെളുത്തുമെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഉണ്ടായിരുന്നത്. അവൾ 4 വളകളും ഊരിയെടുത്ത് അയാളുടെ മുന്നിലുള്ള കൗണ്ടറിൽ വെച്ചു. പണയം വയ്ക്കാനാണ്, അവൾ പറഞ്ഞു. ചെറുപ്പക്കാരൻ വളകളെടുത്ത് മാറ്റി നോക്കിയിട്ട് തൂക്കമെടുത്തു. എത്ര രൂപയാണ് വേണ്ടത്? 50,000, അവൾ അറിയിച്ചു. അയാൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. 6 പവനേ ഉള്ളൂ. മാക്സിമം 33,000 രൂപയെ കിട്ടൂ. അയ്യോ, 50,000 വേണം, അത്യാവശ്യമാ, അവൾ അപേക്ഷിച്ചു. പണയം വെച്ചാൽ അത്രയും കിട്ടില്ല. വിറ്റാൽ ചിലപ്പോൾ. വിൽക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. താങ്ക് യു. വളകളുമായി അവൾ ബാങ്കിൽ നിന്നിറങ്ങി. പിന്നാലെ ജയപ്രകാശും വിനോദും ഇറങ്ങി. അല്പനേരം നടന്നപ്പോൾ ഒരു സ്വർണ്ണക്കട കണ്ടു. അവൾ അവിടേക്ക് കയറി. കുറേ പേർ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജ്യോതി ഒന്ന് പകച്ചു നിന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ആവശ്യത്തിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്താണ് വേണ്ടത്? ഒരു മധ്യവയസ്കൻ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. എനിക്ക് 3-4 വളകൾ വിൽക്കാനുണ്ടായിരുന്നു. തരൂ, അയാൾ കൈ നീട്ടി. ഹാൻഡ് ബാഗിൽ നിന്ന് വളകളെടുത്ത് അവൾ അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ അത് വാങ്ങി തൂക്കി നോക്കി. എന്നിട്ട് ചില കൂട്ടലുകളും കുറയ്ക്കലുകളും നടത്തി. 47,800 രൂപയ്ക്കുണ്ട്. അത്രയും കിട്ടുമല്ലോ. അവൾക്ക് ആശ്വാസം തോന്നി. തൽക്കാലം അത് മതി. ശരി, തന്നേക്കൂ. അയാൾ എണ്ണിക്കൊടുത്ത നോട്ടുകൾ വാങ്ങി അവൾ ഭദ്രമായി ബാഗിൽ വെച്ചു. അവളുടെ മടിയിലിരുന്നു കൊണ്ട് മഹേഷ് എല്ലാം കൗതുകത്തോടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. ജ്യോതി മെല്ലെ കടയിൽ നിന്നിറങ്ങി. പെട്ടെന്ന് ഒരു കാർ അവളുടെ അടുത്ത് വന്നു നിന്നു. അവൾ ഞെട്ടിപ്പോയി. അത് ശശാങ്കൻ്റെ കാറായിരുന്നു. എന്താ ജ്യോതി ഇവിടെ? ആശ്ചര്യത്തോടെ അയാൾ ചോദിച്ചു. എനിക്ക് എൻ്റെ കമ്മലിൻ്റെ കുഴ ഒടിഞ്ഞു. അത് വിളക്കിക്കാൻ വന്നേട്ടാ. അവൾ പെട്ടെന്ന് ഒരു നുണയുണ്ടാക്കി. സുലോചനയുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ അവൾ ശരിയാക്കി കൊണ്ടു തരുമായിരുന്നില്ലേ? ഈ വെയിലത്ത് കുഞ്ഞിനെയും കൊണ്ട്. അയാൾ സ്നേഹത്തോടെ അവളെ കുറ്റപ്പെടുത്തി. എനിക്ക് വേറെ ചില സാധനങ്ങൾ മേടിക്കണമായിരുന്നു. എന്നാൽ വണ്ടിയിൽ കയറി, ഞാൻ കൊണ്ടുപോകാം. ബാങ്കിലൊന്ന് പോകാൻ ഇറങ്ങിയതന്നെ. സാരമില്ല, ഏട്ടൻ പോയിക്കോളൂ. ശശാങ്കൻ നിർബന്ധിച്ചിട്ടും അവൾ കാറിൽ കയറിയില്ല. അയാൾ പോയി. ജ്യോതി ബാങ്കിൽ ചെന്ന് രമേഷിൻ്റെ അക്കൗണ്ടിൽ സ്വർണം വിറ്റ് കിട്ടിയ പണം മുഴുവൻ അടച്ചു. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ക്രിമിനലിനെ സഹായിക്കുന്നത് തെറ്റാണ്. പക്ഷേ ക്രിമിനൽ സ്വന്തം ഭർത്താവാണെങ്കിലോ? ജ്യോതി ബസ് കയറി രാമപുരത്തേക്ക് മടങ്ങി. ജയപ്രകാശും വിനോദും ബൈക്കിൽ പിന്നാലെ ചെന്നു. ലോക്കപ്പിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഹരികൃഷ്ണൻ തലയുയർത്തി നോക്കി. നിലത്ത് ഭിത്തിയിൽ ചാരി തളർച്ചയോടെ ഇരിക്കുകയായിരുന്നു അവൻ. എഴുന്നേറ്റു വാടാ, വാതിൽ തുറന്ന പോലീസുകാരൻ പറഞ്ഞു. അവൻ മെല്ലെ എഴുന്നേറ്റു. അപ്പോൾ ശരീരമാസകലം വേദനിച്ചു. SIയും 2 കോൺസ്റ്റബിൾമാരും കൂടി മാറി മാറിയാണ് തല്ലിയത്.
സുഭാഷിനെ കൊലപ്പെടുത്താൻ ഹനീഫയ്ക്ക് എത്ര രൂപ കൊടുത്തു എന്നതായിരുന്നു പ്രധാന ചോദ്യം. ജ്യോതി ഇതൊന്നും അറിയരുതേ എന്ന് മാത്രമായിരുന്നു അവൻ്റെ പ്രാർത്ഥന. എസ് ഐയുടെ മുറിയിലേക്ക് ഹരികൃഷ്ണനെ കോൺസ്റ്റബിൾ കൊണ്ടുചെന്നു. അപ്പോൾ രമേശൻ നായരും അഡ്വക്കേറ്റ് പ്രദീപ് കുമാറും അവിടെ ഉണ്ടായിരുന്നു. മോനെ ഹരി, അവൻ്റെ കോലം കണ്ട് രമേശൻ നായർ പെട്ടെന്ന് എഴുന്നേറ്റു. രമേശൻ നായർ പേടിക്കണ്ട, ചെറുതായൊന്ന് ചോദ്യം ചെയ്തു അത്രമാത്രം. പക്ഷേ ഉശിരുള്ളവനാ, ഒരക്ഷരം വിട്ടു പറഞ്ഞില്ല. ചിലപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇവനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും, എസ് ഐ നന്ദഗോപാലൻ പറഞ്ഞു. അതൊരു ഭീഷണിയായിരുന്നു. ഇനി സാറിന് ഹരികൃഷ്ണനെ കസ്റ്റഡിയിലേക്ക് എടുക്കേണ്ടി വരില്ല, പ്രദീപ് കുമാർ പറഞ്ഞു. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, എസ് ഐ വിട്ടില്ല. ചില കാര്യങ്ങൾ കോടതിയും തീരുമാനിക്കാറുണ്ട്, അതിൻ്റെ മീതെ ഒരു പോലീസും പറക്കത്തില്ല. പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു വക്കീലിൻ്റെ സ്വരത്തിൽ. രൂക്ഷഭാവത്തിലുള്ള ഒരു നോട്ടമായിരുന്നു അതിന് നന്ദഗോപാലിൻ്റെ പ്രതികരണം. ഹരികൃഷ്ണനെ ജാമ്യത്തിലിറക്കി അവർ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി. അവന്മാർ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചോ ഹരി? കാറിനടുത്തേക്ക് നടക്കുമ്പോൾ രമേശൻ നായർ ചോദിച്ചു. ഇല്ല കുഞ്ഞമ്മാവ. നടക്കുമ്പോൾ വേദന കൊണ്ട് ഞരങ്ങാതിരിക്കാൻ അവൻ വല്ലാതെ യത്നിച്ചു. 3 പേരും കാറിൽ കയറി. വക്കീൽ ഓഫീസിലേക്കാണ് വണ്ടി പോയത്. പ്രദീപ് കുമാറിനെ അവർ ഓഫീസിൽ കൊണ്ടുചെന്ന് വിട്ടു. ഹരിയെ അയാൾ പ്രതിയാക്കുമോ വക്കീലെ? രമേശൻ നായർ ആശങ്കയോടെ ചോദിച്ചു. ഒരിക്കലുമില്ല. ചിലപ്പോൾ സാക്ഷി പട്ടികയിൽ വന്നേക്കും. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ഒന്നും പേടിക്കാനുമില്ല. സാർ ധൈര്യമായിട്ടിരിക്കെ. ഹരികൃഷ്ണനെയും കൊണ്ട് രമേശൻ നായർ ചെമ്പകശ്ശേരിയിലേക്ക് പോയി. പെട്ടെന്ന് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു. അയാൾ അതെടുത്തു നോക്കി. ചേച്ചിയെ വിളിക്കുന്നേ, വിവരം അറിയാനാ? ഹരി ഒന്നും മിണ്ടിയില്ല. ജാമ്യം കിട്ടി ചേച്ചി, ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നിനക്കൊന്ന് വിളിച്ചു പറയാൻ വയ്യായിരുന്നു രമേശ? ഞാൻ ഇവിടെ ഇരുന്ന് തീ തിന്നുകയാണെന്ന് നിനക്കറിയില്ലേ? ഇതാ ഞങ്ങൾ എത്തി. ഗേറ്റ് കടന്ന് കാർ ചെമ്പകശ്ശേരിയിലേക്ക് കയറി ചെന്നു. സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സുമതിക്കുട്ടിയമ്മ. കാറിൽ നിന്നിറങ്ങിയ ഹരികൃഷ്ണൻ സാധാരണ മട്ടിൽ നടക്കാൻ ശ്രമിച്ചു. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകാൻ പാടില്ലല്ലോ. സുമതിക്കുട്ടിയമ്മ ഓടിയിറങ്ങി വന്ന് അവൻ്റെ കൈ പിടിച്ചു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? ഇല്ലമ്മേ. അപ്പോഴാണ് അവൻ്റെ ഇടത് കണ്ണിന് താഴെ കരിനീരച്ച് കിടക്കുന്നത് അവർ കണ്ടത്. അവൻ്റെ ഹൃദയം നുറങ്ങി. നീ കള്ളം പറയല്ലേ ഹരി? അവർ നിന്നെ തല്ലിയോ മോനെ? ഇല്ലമ്മേ. സുമതിക്കുട്ടിയമ്മയ്ക്ക് വിശ്വാസമായില്ല. അവൾ അവൻ്റെ ഷർട്ട് അഴിച്ച് പരിശോധിച്ചു. അരയ്ക്ക് മീതെ അടിയുടെ തിണർപ്പുകൾ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആർക്കു വേണ്ടിയിട്ടാ മോനെ നീ ഇതൊക്കെ സഹിക്കുന്നത്? നിന്റെ സുബോധം നഷ്ടപ്പെട്ടോ? എന്തിനാ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഹരികൃഷ്ണൻ ഒന്നും പറയാതെ തലകുഞ്ചി നിന്നതേയുള്ളൂ. രമേശ, ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തിക്ക്. അത് കഴിഞ്ഞ് മതി ബാക്കി കാര്യങ്ങൾ, സുമതിക്കുട്ടിയമ്മ നിർദ്ദേശം കൊടുത്തു. ഹരികൃഷ്ണനെ അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവൻ തടസ്സമൊന്നും പറഞ്ഞില്ല. ഫുൾ ബോഡി സ്കാൻ ചെയ്തു നോക്കി. അസ്ഥികൾക്ക് ഒടിവോ ചതവോ മറ്റു ഗുരുതരമായ തകരാറുകളോ കണ്ടില്ല. ദേഹത്ത് അവിടെ ചതവും ചെറിയ മുറിവുകളും മാത്രം. വീട്ടിൽ തിരിച്ചെത്തി അവൻ കുളിച്ചു, ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. പക്ഷേ പെട്ടെന്നൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജ്യോതിയെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത. കൂടുതൽ സങ്കടകരമാവുകയാണ് അവളുടെ ജീവിതം. എങ്ങനെ സഹായിക്കാൻ പറ്റും ഇനി അവളെ? സന്ധ്യ വരെ അവൻ കിടന്നുറങ്ങി. അപ്പോഴാണ് മൊബൈൽ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ എന്ന് ഓർമ്മ വന്നത്. അവൻ അതെടുത്ത് ഓൺ ചെയ്തു. സത്യൻ്റെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. നിനക്കിത് എന്ത് പറ്റി? എവിടെയാണ് നീ? ഉടൻ തന്നെ അവൻ സത്യനെ വിളിച്ചു. ചില സംഭവങ്ങളുണ്ടായിടാ. പോലീസ് ലോക്കപ്പിലായിരുന്നു ഞാൻ, ഹരികൃഷ്ണൻ പറഞ്ഞു. എന്തിന്? സത്യൻ അമ്പരന്നു. പറയാൻ ഒരുപാടുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. ശരി, അഭിഷേകനെയും ഞാൻ വിളിക്കാം. ഹരികൃഷ്ണൻ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ ഡ്രോയിങ് റൂമിൽ സുമതിക്കുട്ടിയമ്മ ഉണ്ടായിരുന്നു. നീ എവിടെ പോവാൻ മോനെ? ഉത്കണ്ഠയോടെ അവർ ചോദിച്ചു. സത്യനെ ഒന്ന് കണ്ടിട്ട് വരാം. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് മേടിക്കണം. അധികം വൈകല്ലേ, എനിക്കൊരു മനസ്സമാധാനവും കിട്ടത്തില്ല. വേഗം വരാമേ. അവൻ ചെന്നപ്പോൾ സത്യന് അഭിഷേകം ഉണ്ടായിരുന്നു ലോഡ്ജിൽ. എന്താടാ, എന്താ സംഭവിച്ചേ? സത്യന് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ഒരു ദിവസം മുഴുവൻ പോലീസ് ലോക്കപ്പിൽ കഴിയേണ്ടി വന്നു. അഭിഷേകും സത്യനും ഞെട്ടി. എന്തിന്? നടന്ന സംഭവം മുഴുവൻ അവൻ അവരോട് പറഞ്ഞു. ഹരി, നീ കളിക്കുന്നത് തീക്കളിയാ. നിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചവളാ ഈ ജ്യോതി. നിന്റെ ഈ സ്നേഹവും സെൻറ്റിമെൻസും ഇതോടെ അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്, സത്യൻ മുന്നറിയിപ്പ് കൊടുത്തു. അതെ, ഇനി അവളുടെ പേര് പോലും നിന്റെ മനസ്സിൽ ഉണ്ടാകരുത്. നീ നിന്റെ അമ്മയെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കടാ. ആ സ്ത്രീ അത്രമാത്രം കണ്ണീര് കുടിച്ചു കാണും പോലീസുകാർ നിന്നെ കൊണ്ടുപോയപ്പോൾ. അഭിഷേക് അവൻ്റെ വക ഉപദേശം കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ നിങ്ങൾ എന്നെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. മതി, ഞാൻ പോവാ. ഹരികൃഷ്ണൻ പോകാനായി എഴുന്നേറ്റു. നില്ലടാ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ. സത്യൻ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. വേണ്ട, ആരുടെയും സഹായം എനിക്ക് വേണ്ട. സത്യൻ്റെ കൈ തട്ടി മാറ്റി പുറത്തിറങ്ങി ഹരികൃഷ്ണൻ കാറിൽ കയറി വീട്ടിലേക്ക് മടങ്ങി. രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ രമേശൻ നായർ അവൻ്റെ മുറിയുടെ വാതിലിൽ മുട്ടി. എന്താ കുഞ്ഞമാവാ? വാതിൽ തുറന്ന് അവൻ ചോദിച്ചു. നിന്നെ ആരോ ഫോണിൽ വിളിക്കുന്നു. ആരാണ്? ഒരു ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്, പേരൊന്നും പറഞ്ഞില്ല. അവൻ ഡ്രോയിങ് റൂമിൽ ചെന്നപ്പോൾ ക്രാഡിൽ നിന്ന് റിസീവർ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, റിസീവർ എടുത്ത് അവൻ പറഞ്ഞു. ഹരികൃഷ്ണനല്ലേ? പരിചയമില്ലാത്ത ഒരു പുരുഷ സ്വരം. ഹലോ, ആരാണ്? റിസീവറിലേക്ക് ഹരികൃഷ്ണൻ ചോദിച്ചു. എന്നെ മനസ്സിലായില്ലേ?
വിദുരതയിൽ എവിടെ നിന്നോ ഒഴുകി വരുന്നത് പോലെയുള്ള സ്വരമായിരുന്നു അത്. ഇല്ല, ഞാൻ രമേഷാണ്, ജ്യോതിയുടെ ഹസ്ബൻഡ്. ഹരികൃഷ്ണൻ ഞെട്ടിപ്പോയി. അയാൾ ഒളിവിലാണ് ഇപ്പോൾ. അയാൾക്ക് വേണ്ടി പോലീസ് വല വീശി കാത്തിരിക്കുകയാണ്. ഹരികൃഷ്ണന് വിശ്വാസം വരുന്നില്ല അല്ലേ? സൗഹൃദ സ്വരത്തിലായിരുന്നു ചോദ്യം. അവന് അത്ഭുതം തോന്നി. ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ ശത്രുക്കളായി പിരിഞ്ഞവരാണ്. എവിടുന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്? അവൻ ചോദിച്ചു. അതൊക്കെ പിന്നീട് പറയാം. അറിഞ്ഞു കാണുമല്ലോ, കൊലപാതക കുറ്റത്തിന് പോലീസ് തരയുന്ന പ്രതിയാണ് ഞാൻ. അറിയാം. ഞാനിപ്പോൾ വിളിച്ചത് ഹരികൃഷ്ണൻ്റെ സഹായം അഭ്യർത്ഥിക്കാനാണ്. വക്കീലിനെ ഏർപ്പെടുത്തണോ അതോ മുൻകൂർ ജാമ്യം വാങ്ങണോ? തിടുക്കത്തിൽ അവൻ ചോദിച്ചു. അതുകൊണ്ടൊന്നും ഞാൻ പ്രതിസ്ഥാനത്ത് നിന്ന് മാറുകയില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഹരികൃഷ്ണൻ സത്യസന്ധമായ മറുപടി പറയുമോ? ചോദിക്കൂ. ജ്യോതിയെ ഹരി ഒരുപാട് സ്നേഹിച്ചിരുന്നു, ശരിയല്ലേ? അവൻ അതിന് ഉത്തരം പറഞ്ഞില്ല. എനിക്കറിയാം, സ്നേഹിച്ചിരുന്നു. ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ട് പോലും ഹരിയുടെ മനസ്സിൽ അവളോടുള്ള സ്നേഹം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ദുഃഖമുണ്ടാകാതിരിക്കാൻ വേണ്ടി പല അപകടങ്ങളിൽ നിന്നും ഹരി എന്നെ രക്ഷപ്പെടുത്തിയത്. അതൊന്നും കേൾക്കാനുള്ള ക്ഷമയുണ്ടായില്ല അവന്. രമേശ് എന്തിനാണ് എന്നെ ഇപ്പോൾ വിളിച്ചത്? എത്ര നാൾ എനിക്ക് ഒളിവിൽ കഴിയാൻ സാധിക്കും? ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് എന്നെ പിടികൂടും. ചാർജ് ഷീറ്റ് തന്ന് എന്നെ കോടതിയിൽ ഹാജരാക്കും. കാർത്തികയുടെ ആങ്ങളയെ കൊല്ലാൻ ഏർപ്പാടാക്കിയത് ഞാനാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെടും. ഏറ്റവും കുറഞ്ഞത് ഒരു ജീവപര്യന്തമെങ്കിലും എനിക്ക് കിട്ടും. എന്തിനാണ് രമേശ് അതൊക്കെ പറയുന്നതെന്ന് ഹരികൃഷ്ണന് മനസ്സിലായില്ല. എന്നെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചാൽ ജ്യോതിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തു നോക്കൂ. കൊലപ്പുള്ളിയുടെ ഭാര്യ എന്ന നിലയിൽ അവളെ എല്ലാവരും പരിഹസിക്കും. സ്വന്തം വീട്ടുകാർ ഇപ്പോഴേ അവളെ കൈയൊഴിഞ്ഞു. നരകതുല്യമായിരിക്കും അവളുടെ ജീവിതം. അതോർത്തപ്പോൾ അവൻ നടുങ്ങി. ജ്യോതിയെ രക്ഷപ്പെടുത്താൻ ഹരിക്ക് കഴിയും, രമേശ് പറഞ്ഞു. ജ്യോതിയെ വിവാഹം കഴിക്കാമോ എന്നാണോ രമേശ് ചോദിക്കാൻ പോകുന്നത്? അവൾക്ക് വിവാഹമോചനം കിട്ടിയാൽ ഒരു പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ, അവൻ ആവശ്യപ്പെട്ടു. സുഭാഷിനെ കൊലപ്പെടുത്താൻ ഹനീഫയുടെ ടീമിനെ ഏർപ്പെടുത്തിയത് ഹരിയാണെന്ന് സംബന്ധിച്ച് പോലീസിന് കീഴടങ്ങണം. ഹരികൃഷ്ണൻ സ്തബ്ധനായി നിന്നു. എന്താ പറ്റില്ലേ? നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ച് ഹരിക്ക് രക്ഷപ്പെടാം. അവൻ മറുപടി പറഞ്ഞില്ല. ഹരിയുടേത് യഥാർത്ഥ സ്നേഹമായിരുന്നോ എന്ന് പരീക്ഷിക്കാൻ എനിക്ക് കിട്ടിയ ഒരവസരം കൂടിയാണിത്. ഹരിയുടേത് ആത്മാർത്ഥ സ്നേഹമായിരുന്നു എന്ന് എനിക്ക് അവളെ ബോധ്യപ്പെടുത്താനും കഴിയും. എൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചില്ലെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം, പെട്ടെന്ന് അവൻ പറഞ്ഞു. ശരി, ഒരു രാത്രിയും പകലും ഹരിക്ക് ആലോചിക്കാം. നാളെ ഇതേ നേരത്ത് ഞാൻ വിളിക്കും. അതിനു മുമ്പ് ഒരു തീരുമാനത്തിലെത്തണം. പെട്ടെന്ന് ഫോൺ കട്ടായി. ഹരികൃഷ്ണൻ മെല്ലെ റിസീവർ വെച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിലിനടുത്ത് രമേശൻ നായർ നിൽക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞമ്മാവനെല്ലാം കേട്ടു കാണുമോ? അവൻ സംശയിച്ചു. ആരെ ഹരി വിളിച്ചത്? എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. കൂടുതലൊന്നും പറയാതെ അവൻ മുറിയിലേക്ക് പോയി. ജ്യോതിയെ താൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നില്ലേ? കിടക്കയിലേക്ക് വീണുകൊണ്ട് അവൻ സ്വയം ചോദിച്ചു. അതെ, അവന് സംശയം ഒട്ടുമില്ലായിരുന്നു. 11:30 മുംബൈക്കുള്ള ജയന്തി ജനത എക്സ്പ്രസ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ. 11 മണിക്കെങ്കിലും അവിടെ എത്തണം. രാവിലെ അടുക്കളയിൽ നിന്നുകൊണ്ട് ദോശ ചുടുമ്പോൾ അതായിരുന്നു ജ്യോതിയുടെ ചിന്ത. 9 മണിയാകുമ്പോൾ സുലോചന ചേച്ചിയും ശശാങ്കൻ ചേട്ടനും ഓഫീസിലേക്ക് പോകും. ഉടൻ തന്നെ വീട് പൂട്ടിയിട്ട് മഹേഷിനെയും കൊണ്ട് പുറപ്പെടണം. എങ്കിൽ 11 സ്റ്റേഷനിലെത്താം. വെന്ത് കിട്ടിയ ദോശ കല്ലിൽ നിന്ന് ഇളക്കിയെടുക്കുമ്പോഴാണ് സുലോചന അടുക്കളയിലേക്ക് കയറി വന്നത്. രാവിലെ ചോറ് വെച്ചോ ജ്യോതി? വച്ചല്ലോ ചേച്ചി. ഇനിയൊരു ചമ്മന്തി കൂടി അരച്ചാൽ മതി. സോറി ജ്യോതി, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞങ്ങൾ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. മനസ്സിന് നല്ല സുഖം തോന്നുന്നില്ല. ശശാങ്കേട്ടനോ അതുകൊണ്ട് ലീവ് എടുത്തു. അവൾ ഞെട്ടി. രണ്ടുപേരും അറിയാതെ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും? പോയില്ലെങ്കിൽ എങ്ങനെ രമേശ് ചേട്ടന് ATM കാർഡ് കൊടുക്കും? ജ്യോതി എന്താണ് ആലോചിക്കുന്നത്? അവളുടെ മുഖം കണ്ട സുലോചന ചോദിച്ചു. എനിക്ക് രാവിലെ കോട്ടയം വരെ ഒന്ന് പോകണമായിരുന്നു ചേച്ചി, ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ. പോയിക്കോളൂ, ശശാങ്കേട്ടനോട് പറയാൻ ഞാൻ നിന്നെ കാറിൽ കൊണ്ടുപോകും. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അവൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി. അപ്പോഴേക്കും മഹേഷ് ഉണർന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് അവൾ സാരി എടുത്തെടുത്തു. അത് കണ്ടപ്പോൾ മഹേഷിന് സംശയമായി. അമ്മ എവിടെ പോവാ? ഡോക്ടറെ കണ്ടിട്ട് അമ്മ വേഗം വരാട്ടോ, അവൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകുന്നത് അവന് പേടിയാണ്. എന്നാൽ മോൻ വരുന്നില്ല, അവൻ പിൻവലിഞ്ഞു. 9 മണിയായപ്പോൾ ഹാൻഡ് ബാഗും എടുത്ത് ജ്യോതി വീട്ടിൽ നിന്നിറങ്ങി. ബസ് സ്റ്റോപ്പിൻ്റെ എതിർവശത്തുള്ള ബേക്കറിയിൽ കോൺസ്റ്റബിൾമാരായ ജയപ്രകാശും വിനോദും അലസമട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതോടെ അവർ ജാഗരൂകരായി. കോട്ടയത്തേക്കുള്ള ബസ് വന്നപ്പോൾ അവൾ അതിൽ കയറി. ബസ്സിലിരിക്കുമ്പോൾ അവൾ രമേഷിനെ കുറിച്ചാണ് ഓർത്തത്. മറ്റാർക്കും മനസ്സിലാകാതിരിക്കാനായി വേഷം മാറിയായിരിക്കുമോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ രമേശേട്ടനെ എങ്ങനെ കണ്ടുപിടിക്കും? അത് സാരമില്ല, രമേശേട്ടൻ വന്ന് തന്നെ കണ്ടുപിടിച്ചോളും. അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ 11 മണി കഴിഞ്ഞിരുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവൾ പടികളിറങ്ങി താഴേക്ക് ചെന്നു. പ്ലാറ്റ്ഫോമിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. മുംബൈക്കുള്ള ജയന്തി ജനത എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ എത്തുന്നതാണ് എന്ന അറിയിപ്പ് ലൗഡ് സ്പീക്കറിലൂടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും വന്നു. ജ്യോതിയുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗതയേറി. അവൾ ആൾത്തിരക്കിനിടയിലൂടെ ബുക്ക് സ്റ്റാളിൻ്റെ അടുത്തേക്ക് നടന്നു. പരിഭ്രമത്തോടെ അവൾ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് പരിചയമുള്ള ആരെയും കണ്ടില്ല. ബുക്ക് സ്റ്റാളിൻ്റെ മുമ്പിൽ ചെന്ന് അവൾ നിന്നു.
അല്പനേരം കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോം വിറപ്പിച്ചുകൊണ്ട് ട്രെയിൻ വന്നു നിന്നു. ബാഗിൽ നിന്ന് ATM കാർഡ് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ കൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ രമേഷിനെ തെരഞ്ഞു. തല മുണ്ടനം ചെയ്ത കാവ്യ വേഷധാരിയായ ഒരു ചെറുപ്പക്കാരൻ തിരക്കിനിടയിലൂടെ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അയാളെ തുറച്ചു നോക്കി. ജ്യോതി, ഇത് ഞാനാണ്. ബാങ്കിൽ പണമടച്ചോ? രമേഷിൻ്റെ ശബ്ദമായിരുന്നു അത്. ഭയത്തോടെ അവൾ തലകുലുക്കി. അയാൾ പെട്ടെന്ന് കൈ നീട്ടി. അവൾ ATM കാർഡ് അയാൾക്ക് കൊടുത്തു. രമേശേട്ടൻ എങ്ങോട്ടാണ് ഇനി പോകുന്നത്? അവൾ ചോദിച്ചു. തീരുമാനിച്ചില്ല. പെട്ടെന്ന് ആൾത്തിരക്കിലൂടെ മഫ്തിയിലുള്ള 2 പോലീസ് കോൺസ്റ്റബിൾമാർ പിന്നിലൂടെ വന്ന് രമേഷിനെ ഉറുമ്പടക്കം കയറി പിടിച്ചു. വേഷം മാറിവന്ന് ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചോടാ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. കോപത്തോടെ രമേഷ് തല തിരിച്ച് ജ്യോതി ഒന്ന് നോക്കി. അവൾ ഞെട്ടിപ്പോയി. വിനോദേ, RPFനെ വിളിക്കേ, ഞാനിവനെ നോക്കിക്കൊള്ളാം, ജയപ്രകാശ് പറഞ്ഞു. വിനോദ് പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. ആ തക്കത്തിന് രമേഷ് കുത്തറി ജയപ്രകാശിൻ്റെ പിടയിൽ നിന്ന് സ്വതന്ത്രനായി. മിന്നൽ പോലെ അയാൾ അരയിൽ നിന്ന് ഒരു നീണ്ട കത്തി വലിച്ചൂരിയെടുത്ത് ജ്യോതിയുടെ നെഞ്ചിന് നേർക്ക് ആഞ്ഞുകുത്തി. വഞ്ചകി, നീ എന്നെ പോലീസിന് ഒറ്റുകൊടുത്തു അല്ലടി. നീ ഇനി ജീവിച്ചിരിക്കണ്ട. നെഞ്ചിൽ തറച്ച കത്തിയുമായി ഒരു അലർച്ചയോടെ അവൾ പ്ലാറ്റ്ഫോമിലേക്ക് കുഴഞ്ഞു വീണു. നിലത്ത് വീണ് രക്തത്തിൽ കുളിച്ച് അവൾ പ്രാണന് വേണ്ടി പിടഞ്ഞു. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും മുമ്പ് ഹരികൃഷ്ണൻ തലത്തിരിച്ച് തൊട്ടടുത്തിരുന്ന അഡ്വക്കേറ്റ് സുധീന്ദ്രനെ ഒന്ന് നോക്കി. ഹരികൃഷ്ണൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി അവസാന തീരുമാനമെടുക്കുന്നത്, അയാൾ പറഞ്ഞു. ഒരു രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചതാണ് സാർ. രമേഷിനെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ തെറ്റ് ചെയ്തു എന്ന് കോടതി വിശ്വസിക്കുമെങ്കിൽ എന്നെ ശിക്ഷിച്ചോട്ടെ. കുറച്ച് സ്വരമായിരുന്നു അവൻ്റേത്. അമ്മ ഒരുപാട് ദുഃഖിക്കും. ഏകമകൻ കൊലപാതക കുറ്റത്തിന് അറസ്റ്റിലായെന്നറിഞ്ഞാൽ ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. ഉടൻ തന്നെ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങില്ലേ? മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടാൽ ആ കാലാവധി കഴിഞ്ഞേ ജാമ്യം കിട്ടൂ, അഡ്വക്കേറ്റ് സുധീന്ദ്രൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്തായാലും മുന്നോട്ട് വെച്ച കാല് പിന്നിലേക്കില്ല സാർ. കാറിൻ്റെ ഡോർ തുറന്ന് അവൻ പുറത്തേക്കിറങ്ങി. വക്കീലും ഇറങ്ങി. അവർ ഇൻസ്പെക്ടർ നന്ദഗോപാലിൻ്റെ മുറിയിലേക്കാണ് ചെന്നത്. നന്ദഗോപാലിൻ്റെ 2 പേരെയും മാറി മാറി ഒന്ന് നോക്കി. എന്താ വക്കീലുമായിട്ട്? ഒരിക്കൽ നീ ജാമ്യത്തിൽ ഇറങ്ങിയതല്ലേ? സംശയത്തോടെ അയാൾ ചോദിച്ചു. സാറിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാനാണ് ഞാൻ വന്നത്, ഹരികൃഷ്ണൻ ബോധിപ്പിച്ചു. സറണ്ടർ ചെയ്യാനോ? ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ല. സുഭാഷിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തിയതും അതിനുള്ള പ്രതിഫലം കൊടുത്തതും ഞാനാണ്. ഇൻസ്പെക്ടർ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഇക്കാര്യം പറയാൻ വേണ്ടി ഒരു ദിവസം മുഴുവൻ നിന്നെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ? എന്നിട്ട് നീ എന്താ അന്നിത് പറയാഞ്ഞത്? നിങ്ങൾ എന്നെ തല്ലിയപ്പോൾ എനിക്ക് വാശി കയറി, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പിന്നീട് ആലോചിച്ചപ്പോൾ സത്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. അത് ശരി, അതിനു വേണ്ടിയാണ് വക്കീലിനെയും കൂട്ടിക്കൊണ്ടുവന്നത്. ഉടൻ തന്നെ ജാമ്യം മേടിച്ച് സ്ഥലം വിടാമല്ലോ. ഇൻസ്പെക്ടർ പരിഹാസത്തോടെ അഡ്വക്കേറ്റ് സുധീന്ദ്രനൊന്ന് നോക്കി. സാർ, ഒരു അഡ്വക്കേറ്റിൻ്റെ കടമകളെപ്പറ്റി അറിയാമായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമായിരുന്നില്ല, വക്കീൽ പ്രതിഷേധിച്ചു. ശരി ശരി, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം. നിങ്ങളുടെ കക്ഷിയെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇവനെയും കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോകാം. ഹരികൃഷ്ണൻ അയാളെ മിഴിച്ചു നോക്കി. എന്താ സാർ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യണ്ടേ? യഥാർത്ഥ പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു, ഇൻസ്പെക്ടർ പറഞ്ഞു. ഹരികൃഷ്ണൻ ഞെട്ടി. യഥാർത്ഥ പ്രതിയോ? അതാരാണ്? വാ, കാണിച്ചു തരാം. അവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സ്റ്റേഷൻ്റെ ഉള്ളിലെ ലോക്കപ്പ് മുറിയുടെ അടുത്തേക്ക് ഹരികൃഷ്ണനെയും വക്കീലിനെയും അയാൾ കൊണ്ടുപോയി. അഴികൾക്കുള്ളിലെ മുറിയിൽ കാവ്യവേഷധാരിയായ രമേഷ് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. 1 മണിക്കൂർ മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവനെ ഞങ്ങൾ പിടികൂടിയത്. ഇവന് കൊടുക്കാൻ ATM കാർഡുമായിട്ട് ചെന്ന ഭാര്യയെ പിന്തുടർന്ന് ചെന്നാണ് ഇവനെ വലയിലാക്കിയത്. പക്ഷേ ആ പാവത്തിനെ ഇവൻ കുത്തി മലർത്തി കളഞ്ഞു. ജ്യോതിയെയോ? ഞെട്ടലോടെ ഹരികൃഷ്ണൻ ചോദിച്ചു. അങ്ങനെയാണ് അവളുടെ പേരെന്ന് തോന്നുന്നു. രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഹരികൃഷ്ണൻ നടുങ്ങിപ്പോയി. ജ്യോതിയെ രമേഷ് കുത്തി. അവളുടെ നില ഗുരുതരവും. ശരി സാർ, ഞങ്ങൾ പോവാണ്, തിടുക്കത്തിൽ അവൻ പറഞ്ഞു. എത്രയും വേഗം ജ്യോതിയുടെ അടുത്തെത്തണം. അവൻ പോകാനായി തിരിഞ്ഞു. പക്ഷേ ഇൻസ്പെക്ടർ പെട്ടെന്ന് അവൻ്റെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു നിർത്തി. പോകാൻ വരട്ടെ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഒരു തെറ്റും ചെയ്യാത്ത നീ എന്തിനാണ് ആത്മഹത്യാപരമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ വന്നത്? അയാളുടെ ചുഴിഞ്ഞിറങ്ങുന്ന കണ്ണുകളെ നേരിടാനാവാതെ അവൻ മുഖം തിരിച്ചു. അതൊരു കഥയാണ് സാർ, ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല. സാറിനെ കാണാൻ ഞാൻ പിന്നീട് വരുന്നുണ്ട്. അഡ്വക്കേറ്റ് സുധീന്ദ്രനെയും കൊണ്ട് ഒരു വിധത്തിൽ അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി എങ്ങോട്ടാണ്? വക്കീൽ ചോദിച്ചു. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. പോകുന്ന വഴി സാറിനെ ഞാൻ ഓഫീസിൽ വിടാം. വേണ്ട, ഹരികൃഷ്ണൻ പോയിക്കോളൂ, ഞാൻ എൻ്റെ വണ്ടി വിളിച്ചു വരുത്തിക്കൊള്ളാം, അവൻ്റെ പരിഭ്രമം കണ്ട് അയാൾ പറഞ്ഞു. അവൻ അപ്പോൾ തന്നെ കാറെടുത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവൻ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുത്തുകൊണ്ട ജ്യോതിയെ നിങ്ങളാണോ കൊണ്ടുവന്നത്? അവനൊരു പോലീസുകാരനോട് ചോദിച്ചു. നിങ്ങളാരാ? അവളുടെ ബന്ധുവാണ്, എനിക്ക് അവളെ ഒന്ന് കാണണം. ആ കൊച്ചിനെ ഉച്ചയ്ക്ക് മുമ്പേ കൊണ്ടുപോയല്ലോ. എങ്ങോട്ട്? അവൻ അമ്പരന്നു. രക്ഷയില്ലെന്ന് പറഞ്ഞ് ഇവിടുന്ന് തള്ളിയപ്പോൾ വീട്ടുകാരാ കൊണ്ടുപോയത്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഹരികൃഷ്ണൻ ഒരു നിമിഷം പകച്ചു നിന്നു. ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കായിരിക്കും ജ്യോതിയെ കൊണ്ടുപോയത്. പക്ഷേ ആരാണ് കൊണ്ടുപോയത്? എവിടേക്ക്?
ജ്യോതിയുടെ വീട്ടിൽ അന്വേഷിച്ചാൽ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞേക്കുമെന്ന് അവന് തോന്നി. അവൻ നേരെ ചങ്ങനാശ്ശേരിയിലേക്ക് കാർ വിട്ടു. ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല. സത്യനും അഭിഷേകവും കൂടെയുണ്ടെങ്കിൽ. കാർ ഓടിച്ചുകൊണ്ട് അവൻ സത്യനെ വിളിച്ച് സംഭവങ്ങൾ ചുരുക്കത്തിൽ അറിയിച്ചു. നീ ലോഡ്ജിൽ തന്നെ ഉണ്ടാവണം, ഞാനിപ്പം വരാം. ജ്യോതിക്കൊന്നും സംഭവിക്കത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കെ, സത്യൻ അവനെ സമാധാനിപ്പിച്ചു. ഹരികൃഷ്ണൻ ലോഡ്ജിൽ ചെന്നപ്പോൾ അഭിഷേകും സത്യനും ലോഡ്ജിൽ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കാറിൽ കയറി. ജ്യോതിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആരും ഒന്നും സംസാരിച്ചില്ല. അവർ ചെന്നപ്പോൾ ഗേറ്റിന് വെളിയിൽ റോഡരികിൽ 2-3 കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് ചെറിയ ആൾക്കൂട്ടം. അകത്ത് ആരോ ഉച്ചത്തിൽ അലമുറയിടുന്നു. ഹരികൃഷ്ണൻ സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി. എൻ്റെ ഈശ്വരാ, ജ്യോതി! ആർത്തനാദം പോലെയായിരുന്നു അവൻ്റെ സ്വരം. മുമ്പോട്ട് കുതിച്ച ഹരികൃഷ്ണനെ സത്യനും അഭിഷേകം കൂടി ബലമായി പിടിച്ചു നിർത്തി. ഹരി, എന്തൊരു മണ്ടത്തരമാണ് നീ കാണിക്കുന്നേ! ഇത്ര ഇമോഷണൽ ആകരുത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? സത്യൻ അവനെ ശാസിച്ചു. പക്ഷേ എൻ്റെ ജ്യോതി! ഹരികൃഷ്ണൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകി. സത്യ, നീ ഇവനെയും കൊണ്ട് കാറിലിരിക്കേ, ഞാനൊന്ന് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാം, അഭിഷേക് പറഞ്ഞു. അതാണ് നല്ലതെന്ന് സത്യന് തോന്നി. ഹരിയെയും കൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ബുദ്ധിയല്ല. വികാരമടക്കാൻ കഴിവില്ലാതെ അവൻ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ. ശരിയാ, നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ, ഞങ്ങളിവിടെ ഇരിക്കാം, സത്യൻ സമ്മതിച്ചു. ഇരിക്കടാ ഹരി, ഞാനിപ്പം വരാം, ഹരീഷിനോട് പറഞ്ഞിട്ട് അഭിഷേക് ഗേറ്റ് കടന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് മെല്ലെ കയറി ചെന്നു. മുറ്റത്ത് പന്തലിടുന്നുണ്ടായിരുന്നു. കുറച്ച് പേർ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളുടെ കരച്ചിൽ, സാമ്പ്രാണി എരിയുന്ന ഗന്ധം. ഫർണിച്ചറുകൾ മുഴുവൻ നീക്കം ചെയ്ത മുൻവശത്തെ ഹാൾമുറിയിൽ നിലത്ത് വാസുദേവ കൈമളുടെ മൃതദേഹം കോടിമുണ്ട പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യോതിയല്ല മരിച്ചത്. അഭിഷേകിൻ്റെ നെഞ്ചിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വന്നു. മൃതദേഹത്തിൻ്റെ തലയ്ക്കൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. പത്മാവതി അമ്മയും സീമയും ചില ബന്ധുക്കളും അടുത്തിരുന്ന് കരയുന്നു. മുറ്റത്ത് 2-3 സഹപാഠികളോടൊപ്പം നിൽക്കുന്ന വിവേകിനെ അപ്പോഴാണ് അഭിഷേക് കണ്ടത്. ജ്യോതിയുടെ ആങ്ങളയോട് ചോദിച്ചാൽ വിവരങ്ങളൊക്കെ അറിയാൻ സാധിച്ചേക്കും. വിവേകിൻ്റെ അടുത്തേക്ക് അഭിഷേക് ചെന്നു. ഞാൻ ജ്യോതിയുടെ ക്ലാസ്മേറ്റാണ്, അവൻ സ്വയം പരിചയപ്പെടുത്തി. അഭിഷേക് ചേട്ടനല്ലേ? എനിക്കറിയാം, ജ്യോതി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. വിവേകിൻ്റെ സ്വരം വല്ലാതെ ഇടറിപ്പോയി. അവൻ്റെ കണ്ണുകൾ രണ്ടും കലങ്ങി ചുവന്നിരുന്നു. അച്ഛൻ എപ്പോഴാണ്? അഭിഷേക് ചോദിച്ചു. ഉച്ചയ്ക്ക് രാമപുരത്തെ ശശാങ്കൻ ചേട്ടൻ്റെ ഒരു ഫോൺ കോൾ വന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തും മുമ്പേ ജ്യോതി വന്നില്ലേ? ഒന്നും അറിയാത്ത മട്ടിൽ അവൻ ചോദിച്ചു. ചേച്ചിയുടെ കാര്യം അറിഞ്ഞപ്പോഴാണ് അച്ഛന് നെഞ്ചുവേദന ഉണ്ടായത്. ചേച്ചി ഇപ്പോൾ കുത്തേറ്റ് എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ്. ഗുരുതരാവസ്ഥയിലാണ് ചേച്ചി. ആരെ കുത്തിയത്? അയാളാണ്, ഹസ്ബൻഡ് എന്ന് പറയുന്ന ദ്രോഹി. വിവേകിൻ്റെ കണ്ണുകളിൽ പകയുടെ കനലുകൾ ജ്വലിച്ചു. ഏത് ഹോസ്പിറ്റലാണ്? അവിടെ എന്തോ പേര് പറഞ്ഞു. പുതിയ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. അച്ഛൻ മരിച്ചത് ചേച്ചി അറിഞ്ഞിട്ടില്ല. അബോധാവസ്ഥയിലാണ് ഇപ്പോൾ. ജ്യോതിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നിട്ട്. ഒരുപക്ഷെ എന്തെങ്കിലും സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാലോ? അവനൊരു നിമിഷം ഒന്ന് ആലോചിച്ചു. 1 മിനിറ്റ്, ഞാനിപ്പം വരാം. വിവേക് പെട്ടെന്ന് അകത്തേക്ക് പോയി. 1 മിനിറ്റ് കഴിയും മുമ്പേ അവൻ തിരിച്ചു വന്നു. ഇത് രാമപുരത്തെ ശശാങ്കൻ ചേട്ടൻ്റെ നമ്പറാണ്. വിളിച്ചു ചോദിച്ചാൽ ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. കയ്യിലിരുന്ന കടലാസ് കഷ്ണം അവൻ നീട്ടി. അഭിഷേക് അത് വാങ്ങിച്ചു. സംസ്കാരം ഇന്ന് തന്നെയുണ്ട്. ചേച്ചിക്കായി കാത്തിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ, വിവേക് പറഞ്ഞു. ജ്യോതി അവസാനമായി ഒന്ന് കാണും മുമ്പേ അച്ഛൻ്റെ ആത്മാവ് അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. പല കാര്യത്തിലും അച്ഛനെ ധിക്കരിച്ചവളാണ് ചേച്ചി. അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. കൂടുതൽ വാദിക്കേണ്ടതില്ലെന്ന് അഭിഷേകിന് തോന്നി. അതിന് പറ്റിയ സാഹചര്യമല്ല ഇത്. ശരി, ഞാൻ പോയിട്ട് വരാം. ഉടൻ തന്നെ അവൻ ഹരികൃഷ്ണൻ്റെ കാറിനടുത്തേക്ക് മടങ്ങി. ഹരികൃഷ്ണനും സത്യനും കാത്തിരിക്കുന്നുണ്ടായിരുന്നു കാറിൽ. മരിച്ചത് ജ്യോതിയല്ല, ആദ്യം തന്നെ അഭിഷേക് വെളിപ്പെടുത്തി. ഹരികൃഷ്ണനും സത്യനും ഞെട്ടി. പിന്നെ ആരാണ്? അവളുടെ അച്ഛൻ. വാസുദേവ കൈമളോ? വിശ്വാസം വരാതെ ഹരികൃഷ്ണൻ ചോദിച്ചു. അതേടാ. വിവേകിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങളെല്ലാം അവൻ അറിയിച്ചു. ഹരികൃഷ്ണൻ അപ്പോൾ തന്നെ മൊബൈൽ ഫോൺ പോക്കറ്റിൽ നിന്നെടുത്തു. ആ നമ്പറിങ്ങ് താ, ശശാങ്കൻ ചേട്ടനെ വിളിക്കാം. ഇവിടെ വരെ വന്നില്ലേ നമ്മൾ? ആ നിലയ്ക്ക് ചെന്ന് ജ്യോതിയുടെ അച്ഛനൊന്ന് കണ്ടിട്ട് വാ നിങ്ങൾ, അഭിഷേക് ആവശ്യപ്പെട്ടു. എതിർത്ത് ഒന്നും പറയാതെ ഹരികൃഷ്ണനും ജ്യോതിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. സത്യൻ കാറിൽ കാത്തിരുന്നു. സുലോചനയുടെ കയ്യിലിരുന്നു കൊണ്ട് മഹേഷ് നിർത്താതെ കരഞ്ഞു. ജ്യോതിയെ കാണാഞ്ഞിട്ടാണ്, ശശാങ്കൻ പറഞ്ഞു. ഇനി കാണാൻ പറ്റുമോ? എനിക്കറിയില്ല. നിരാശയോടെ സുലോചന തല കുടഞ്ഞു. എറണാകുളത്തുള്ള KVM സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ലോബിയിലിരിക്കുകയായിരുന്നു രണ്ടുപേരും. അല്പനേരം രണ്ടുപേരും നിശബ്ദരായിരുന്നു. കൂടുതൽ സൗകര്യങ്ങളുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ഒരുപക്ഷെ ജ്യോതിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു ആംബുലൻസിൽ നേരെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നതാണ്. ഇവിടെ ഡോക്ടർമാർ അവളെ ഏറ്റെടുത്തിട്ട് 3 മണിക്കൂറോളമായി. അവൾക്ക് ബോധം തെളിഞ്ഞോ എന്ന് പോലും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. സുലോചനയോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ ആലോചിച്ചിട്ട് വേണം മറുപടി തരാൻ, ശശാങ്കൻ പെട്ടെന്ന് പറഞ്ഞു. എന്താണ് ഏട്ടാ? അവൾ അയാളെ നോക്കി. നമുക്കൊരു തെറ്റ് പറ്റിയോ എന്ന് സംശയമുണ്ട്. നമ്മുടെ വീട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടായി തുടങ്ങിയത് എന്ന് മുതൽക്കാണെന്ന് ഓർത്തു നോക്കിക്കേ. സുലോചന ഓർത്തു നോക്കി. പക്ഷേ അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല.
മഹേഷിനെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം രമേഷ് കൊലക്കേസിൽ പ്രതിയായി അവൻ ജ്യോതിയെ കുത്തി. പോലീസ് പിടിയിലായി. അവൾ ഗുരുതരാവസ്ഥയിൽ. ശശാങ്കൻ എണ്ണി എണ്ണി പറഞ്ഞു. ഏട്ടൻ എന്താണ് പറഞ്ഞു വരുന്നത്? അവൾ സംശയത്തോടെ അയാളെ നോക്കി. മഹേഷിനെ നമുക്ക് അഭയനികേതനിൽ തിരിച്ചേൽപ്പിച്ചാലോ? അവൻ കൂടെയുള്ളിടത്തോളം കാലം നമുക്ക് മനസ്സമാധാനം കിട്ടുകയില്ല. പക്ഷേ മഹേഷ് എൻ്റെ ആങ്ങളയുടെ കുഞ്ഞാനേട്ടാ. അവൾക്ക് സങ്കടമായി. ഏതോ ഒരു തീയിൽ അവന് ജനിച്ച ജാരസന്തതിയല്ലേ. നമ്മൾ അംഗീകരിക്കണോ ആ ബന്ധം? എന്നാലും മഹേഷ് ഇനി അടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് വരില്ല. ജ്യോതിയുടെ അവസാന നിമിഷങ്ങളാണ് കടന്നു പോകുന്നതും. പിന്നെ നമ്മളെന്തിന് ഇവന് വേണ്ടി കഷ്ടപ്പെടണം? നിന്റെ ആഗ്രഹമനുസരിച്ച് ഒരു പെൺകുഞ്ഞിനെ നമുക്ക് ദത്തെടുക്കാം. ചിന്തിച്ചിരുന്നതല്ലാതെ സുലോചന ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ശശാങ്കൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. അയാൾ അതെടുത്തു നോക്കി. പരിചയമില്ലാത്ത ഒരു നമ്പറായിരുന്നു അത്. ഹലോ, ശശാങ്കൻ സാറല്ലേ? ഇത് ജ്യോതിയുടെ ഒരു ക്ലാസ്മേറ്റാണ്. പേര് സത്യൻ. ഇപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എവിടെയാണ് ജ്യോതിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? അയാൾ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഒന്നും പറയാറായിട്ടില്ല. പ്രതീക്ഷ വേണ്ട എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു അവസാന ശ്രമം. ഒന്നുമില്ലെങ്കിലും സുലോചനയുടെ സഹോദരൻ്റെ ഭാര്യയാണല്ലോ. അവളുടെ വീട്ടുകാർക്കോ അവളെ വേണ്ട. പിന്നെ ഞങ്ങളല്ലേ ഉള്ളൂ. അയാളുടെ വാക്കുകളിൽ വെറുപ്പും കോപവും നിറഞ്ഞു നിന്നിരുന്നു. ശരി സാർ. കൂടുതലൊന്നും പറയാതെ സത്യൻ സംസാരം അവസാനിപ്പിച്ചു. ഫോൺ വെച്ചിട്ട് അവൻ ഹരികൃഷ്ണനെയും അഭിഷേകിനെയും കാര്യങ്ങൾ അറിയിച്ചു. ഇപ്പോൾ തന്നെ നമുക്ക് എറണാകുളത്തിന് പോകണം. ഹരികൃഷ്ണൻ തയ്യാറായി. എന്തിന്? സത്യൻ ചോദിച്ചു. ജ്യോതിയെ രക്ഷപ്പെടുത്തണം. എന്ത് വില കൊടുത്തും. ഉറച്ചതായിരുന്നു അവൻ്റെ തീരുമാനം. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ദൈവം വിധിക്കുന്നത് പോലെ എല്ലാം സംഭവിക്കൂ. അഭിഷേക് അവനെ നിരുത്സാഹപ്പെടുത്തി. നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ വരണ്ട. വണ്ടിയിൽ നിന്നിറങ്ങ്. ഞാൻ പോവാണ് എറണാകുളത്തിന്. ഹരി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സത്യനും അഭിഷേകും പരസ്പരം നോക്കി. ശരി, പോകാം, സത്യം പറഞ്ഞു. കാർ എറണാകുളത്തേക്ക് പാഞ്ഞു. അവർ ചെന്നപ്പോൾ സുലോചനയും ശശാങ്കനും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന ഹോട്ടലിൽ റൂമെടുത്ത് അവർ വിശ്രമിക്കുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് ഇന്നിവിടെ കൊണ്ടുവന്ന ജ്യോതിയുടെ വിവരമറിയാനാണ് ഞങ്ങൾ വന്നത്. അഭിഷേക് റിസപ്ഷനിലുണ്ടായിരുന്ന സ്ത്രീയോട് പറഞ്ഞു. കമ്പ്യൂട്ടറിൽ അവർ എന്തോ പരിശോധിച്ചു. ജ്യോതി ഇപ്പോൾ ICUവിലാണ്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. ഹരികൃഷ്ണൻ ഒന്ന് നടുങ്ങി. അവർ 3 പേരും കൂടി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ കോറിഡോറിലുണ്ടായിരുന്ന ഒഴിഞ്ഞ കസേരകളിൽ അവർ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ICUവിൻ്റെ കണ്ണാടി വാതിൽ തുറന്ന് വെള്ള ഓവർകോട്ട് ധരിച്ച ഒരു ലേഡി ഡോക്ടർ തിടുക്കത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളെ കണ്ട് 3 പേരും ചാടി എഴുന്നേറ്റു. പൂർണിമ, ഹരികൃഷ്ണൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അവരെ കണ്ട് അവൾ പെട്ടെന്ന് നിന്നു. ജ്യോതിക്കിപ്പോൾ എങ്ങനെയിരിക്കുന്നു? പ്ലീസ് ഒന്ന് പറയൂ, അവൻ യാചിച്ചു. പൂർണിമ അവൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. എന്ത് സംഭവിക്കും അടുത്ത നിമിഷത്തിൽ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയില്ലേ പൂർണിമ? ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഹരി ചോദിച്ചു. ജ്യോതിയുടെ കരളിനെ കുത്തേറ്റിട്ടുണ്ട്. പിത്തരസം രക്തത്തിലേക്ക് സകല സമയത്തും കലർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓപ്പറേഷൻ നടത്തിയാൽ ചിലപ്പോൾ അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും. എങ്കിൽ പിന്നെ എന്തിനാണ് വൈകിക്കുന്നത്? ഉടൻ ഓപ്പറേഷൻ നടത്തിക്കൂടെ? ആ ഓപ്പറേഷൻ നടത്താൻ കഴിവുള്ള ഡോക്ടർമാർ ഇവിടെയില്ല, കേരളത്തിലുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും പൂർണിമ? ഹൃദയം തകർന്ന് അവൻ ചോദിച്ചു. മുംബൈയിൽ ഡോക്ടർ റാവു ഉണ്ട്. എന്നെ പഠിപ്പിച്ച ഡോക്ടറാണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് വിളിച്ച് ചോദിക്കാം. പൂർണിമ മൊബൈലെടുത്ത് നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി. 1 മിനിറ്റ്. ഡോക്ടർ റാവുവിനെ നമുക്കിങ്ങോട്ട് വരുത്തിക്കൂടെ? ഇവിടെ വെച്ച് ഓപ്പറേഷൻ ചെയ്തുകൂടെ? അവൾ അവനെ ഒന്ന് നോക്കി. ലക്ഷക്കണക്കിന് രൂപ ചെലവാകും. ഫലമുണ്ടായില്ലെന്നും വരാം. അവൾ മുന്നറിയിപ്പ് കൊടുത്തു. പണം പ്രശ്നമല്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പ്ലീസ് പൂർണിമ. ഡോക്ടർ റാവുവിന് വരാൻ സൗകര്യം കാണുമെന്നും പ്രതീക്ഷിക്കേണ്ട. അവൾ പിന്നെയും തടസ്സം ഉന്നയിച്ചു. നീ ഒന്ന് വിളിക്ക്, സമയം കളയാതെ. അവന് ദേഷ്യം വന്നു. ഡോക്ടർ റാവുവിൻ്റെ നമ്പറിൽ ഉടൻ തന്നെ അവൾ വിളിച്ചു. സാർ, ഐ ആം പൂർണിമ ഫ്രം കേരള. ഹലോ പൂർണിമ, ഹൗ ആർ യു മൈ ഡോട്ടർ? ഡോക്ടർ റാവുവിൻ്റെ പ്രസന്നമായ സ്വരം ഫോണിലൂടെ വന്നു. സുഖമായിരിക്കുന്നു സാർ. എനിക്ക് ഡോക്ടറുടെ ഒരു ഹെൽപ്പ് വേണം. എൻ്റെ ഫ്രണ്ട് ജ്യോതിക്ക് വേണ്ടിയാണ്. ജ്യോതിയെക്കുറിച്ച് അവൾ അറിയാവുന്നതെല്ലാം പറഞ്ഞു. അദ്ദേഹം എല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടു. ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്. രാത്രി വിളിക്കാം, ഓക്കെ? റാവു പെട്ടെന്ന് ഫോൺ വെച്ചു. ഡോക്ടർ എന്തു പറഞ്ഞു? പൂർണിമ ചെവിയിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ ഉത്കണ്ഠയോടെ ഹരികൃഷ്ണൻ ചോദിച്ചു. രാത്രിയിൽ ഡോക്ടർ വിളിക്കും, അപ്പോഴറിയാം. പൂർണിമ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. ജ്യോതിയെ നീ രക്ഷപ്പെടുത്തണം. അവളെ രക്ഷപ്പെടുത്തിയിട്ട് എനിക്ക് എന്ത് പ്രയോജനം? പൂർണിമ നിർവികാരത നടിച്ചു. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അവൻ സമ്മതിച്ചു. എന്തും? അവൾ അർത്ഥഗർഭമായി വീണ്ടും ചോദിച്ചു. യെസ്. ഉറപ്പ്? കണ്ണുകളിൽ ഒരു തിളക്കത്തോടെ അവൾ ചോദിച്ചു. ഉറപ്പ്? പിന്നെ വാക്കു മാറരുത്. ഇല്ല. ശരി, സമാധാനമായി പോയിക്കോളൂ. ഇവിടെ ജ്യോതിയുടെ അടുത്ത് ഞാനുണ്ട്. മനസ്സില്ല മനസ്സോടെ ഹരികൃഷ്ണനും കൂട്ടുകാരും മടങ്ങി. പിറ്റേന്ന് മുംബൈയിൽ നിന്ന് ഡോക്ടർ റാവു വന്ന് ജ്യോതിയുടെ ഓപ്പറേഷൻ നടത്തി. ഡോക്ടർ സുമതികുട്ടിയമ്മയുടെ ഓഫീസ് മുറിയിലേക്ക് രമേശൻ നായർ കയറി ചെന്നു. എന്തോ ഗൗരവമുള്ള കാര്യം സംസാരിക്കാനാണ് അയാൾ വന്നതെന്ന് മുഖം കണ്ടപ്പോൾ സുമതികുട്ടിയമ്മയ്ക്ക് മനസ്സിലായി. എന്താ മോൻ രമേശ? ഹരിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ചേച്ചി, അവൻ കഴിഞ്ഞ ആഴ്ച ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ പിൻവലിച്ചിരിക്കുന്നു. ഇന്നലെ വീണ്ടും ഒരു 3 ലക്ഷം.
എന്തിനാണ് ഇത്രയും രൂപ? ഞെട്ടലോടെ അവർ ചോദിച്ചു. അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറയാൻ വന്നതാ. ചേച്ചി തന്നെ അവനോട് സംസാരിച്ചാൽ മതി. കാറെടുത്തപ്പോൾ തന്നെ സുമതികുട്ടിയമ്മ വീട്ടിലേക്ക് ചെന്നു. എവിടെയോ പോകാനായി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഹരികൃഷ്ണൻ. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണമ്മേ? ബാങ്കിൽ നിന്ന് ഒരാഴ്ചക്കുള്ളിൽ നീ 8 ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട്. എന്തിനാണത്? അവൻ നിസ്സാരമട്ടിലൊന്ന് ചിരിച്ചു. ഓ അതോ, ഒരു മനുഷ്യജീവനെ രക്ഷപ്പെടുത്താൻ. വിശദവിവരങ്ങൾ ഞാൻ വന്നിട്ട് പറയാം, ഇപ്പോൾ സമയമില്ല. പകച്ചു നിന്ന സുമതിക്കുട്ടിയമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ ചെന്ന് കാറിൽ കയറി. എറണാകുളത്ത് KVM ഹോസ്പിറ്റലിലേക്കാണ് അവൻ പോയത്. നേരെ ചെന്ന് അവൻ ഡോക്ടർ പൂർണിമയെ കണ്ടു. ഒരു സന്തോഷ വാർത്തയുണ്ട് ഹരി. ജ്യോതിയെ ഇന്നലെ വാർഡിലേക്ക് മാറ്റി. അവൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇത്തിരി സംസാരിക്കാനും തുടങ്ങി. ആഹ്ലാദം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നനഞ്ഞു. രണ്ടുപേരും കൂടിയാണ് വാർഡിലേക്ക് ചെന്നത്. മുറിയിൽ ജ്യോതിയോടൊപ്പം ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ഹരി കണ്ടിട്ട് വാ, ഞാൻ വെളിയിലുണ്ടാവും, പൂർണിമ പറഞ്ഞു. അവൻ മുറിയിലേക്ക് കയറി ചെന്നു. കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു ജ്യോതി. ജ്യോതി, അവൻ മെല്ലെ വിളിച്ചു. അവൾ കണ്ണുകൾ തുറന്ന് നോക്കി. ഹരി മന്ദഹസിച്ചു. പൂർണിമ ഇന്നലെ എല്ലാം എന്നോട് പറഞ്ഞു. എന്തിനാണ് എനിക്ക് വേണ്ടി ഹരി ഇത്രയധികം കഷ്ടപ്പെട്ടത്? മന്ത്രിക്കും പോലെ ക്ഷീണിതമായ സ്വരത്തിൽ അവൾ ചോദിച്ചു. നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. അല്പനേരം കൂടി അവളുടെ അടുത്തിരുന്നു അവൻ. അപ്പോഴാണ് പൂർണിമ പുറത്ത് കാത്തു നിൽപ്പുണ്ടെന്ന് അവന് ഓർമ്മ വന്നത്. ഞാനിപ്പോൾ വരാം. അവൻ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. പൂർണിമയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അവൻ്റെ കണ്ടയിടറി. എനിക്ക് നന്ദി വേണ്ട, ശാന്തസ്വരത്തിൽ അവൾ പറഞ്ഞു. പിന്നെ ജ്യോതിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ചാൽ എനിക്ക് എന്ത് തരുമെന്ന് ഞാൻ ചോദിച്ചില്ലേ? എന്ത് തരുമെന്ന് ഹരി വാക്കു തന്നു. ഓർമ്മയില്ലേ? അവൾ ചോദിച്ചു. ഓർമ്മയുണ്ട്. എനിക്ക് ഹരിയെയാണ് വേണ്ടത്. എന്നെ കല്യാണം കഴിക്കണം. ഇനി വാക്കുമാറുമോ? വേദനയോടെ ഹരികൃഷ്ണൻ മെല്ലെ കണ്ണുകൾ അടച്ചു. പൂർണിമ, നീ സീരിയസ് ആയിട്ടാണോ ചോദിച്ചത്? ഞാൻ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ നിനക്ക്? പിടച്ചിലൂടെ ഹരികൃഷ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ, പഴയ ആഗ്രഹം ഇതുവരെ വിട്ടുപോയിട്ടില്ല. ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിൽ നിന്ന് രാജിവെച്ച് ഞാൻ തിരുവനന്തപുരത്തേക്കാണ് പോയത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരാഴ്ച വർക്ക് ചെയ്തു. അപ്പോഴാണ് ഇവിടത്തേക്ക് അപേക്ഷ അയച്ചതും സെലക്ഷൻ കിട്ടിയതും. അവളുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ എടുക്കാതെ ഹരികൃഷ്ണൻ നിന്നു. ജ്യോതിയെ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവന്നത് ഒരു നിമിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടല്ലേ അവൾ വീണ്ടും എൻ്റെ കയ്യിൽ എത്തിയതും ഹരി വന്ന് അവളുടെ ജീവന് വേണ്ടി എന്നോട് അഭ്യർത്ഥിക്കേണ്ടി വന്നതും. നമ്മൾ ഒന്നിക്കേണ്ടവരാണെന്ന് ദൈവം പോലും തീരുമാനിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലായില്ലേ? പൂർണിമ വീണ്ടും വാചാലയായി. പക്ഷേ പൂർണിമ, ധർമ്മസങ്കടത്തോടെ ഹരികൃഷ്ണൻ അവളെ നോക്കി. ജ്യോതിയെ രക്ഷപ്പെടുത്തിയാൽ എനിക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് എന്നോട് വാക്കു പറഞ്ഞതാ ഹരി, ഓർമ്മയില്ലേ? ആ വാക്കിൽ നിന്ന് പിന്മാറുമോ? ഇല്ല. സങ്കടത്തോടെ അവൻ തല കുലുക്കി. എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഹരി എന്നെ വിവാഹം ചെയ്യണം. സമ്മതമല്ലേ? അവനൊന്നും മിണ്ടാതെ നിന്നു. പറയൂ, സമ്മതമല്ലേ? അവൾ വീണ്ടും നിർബന്ധിച്ചു. ഉവ്വ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവൻ അവളുടെ ആഗ്രഹത്തിന് വഴങ്ങാൻ തയ്യാറായി. പൂർണിമ ഒന്ന് ചിരിച്ചു. ഡോക്ടർ സുമതികുട്ടിയമ്മ എന്നെ മരുമകളാക്കാൻ ആദ്യം മോഹിച്ചു. പിന്നെ എപ്പോഴോ ഡോക്ടർ ആ മോഹം പിൻവലിച്ചു. പക്ഷേ അവരുടെ മകൻ്റെ വധുവായി ആ വീട്ടിലേക്ക് കയറി ചെല്ലണമെന്ന് എനിക്ക് വാശി തോന്നി. ദൈവമായിട്ട് അതിൽ എന്നെ ജയിപ്പിച്ചിരിക്കുന്നു. ഹരികൃഷ്ണൻ ഹൃദയവേദന കടിച്ചമർത്തി നിശബ്ദനായി നിന്നു. ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. ഹരി പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണണം. ഞാൻ എവിടെ ഉണ്ടാവും? ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കണമല്ലോ. ശരി, അവൻ തല കുലുക്കി. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ജ്യോതിയുടെ അടുത്ത് അല്പനേരം ഇരുന്നോളൂ. നാളെ അവളെ ഡിസ്ചാർജ് ചെയ്യും. അവളുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയിക്കോട്ടെ. കൂടുതലൊന്നും പറയാതെ പൂർണിമ ശിരസ് ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹരികൃഷ്ണൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. സംഭവിക്കുന്നത് ഒരു ദുസ്വപ്നമാണെന്നും ഏത് നിമിഷത്തിലും താൻ ഞെട്ടിയുണർന്ന് യാഥാർത്ഥ്യത്തിൻ്റെ സുന്ദര ലോകത്തേക്ക് മടങ്ങി വരുമെന്നും അവൻ പ്രത്യാശിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഹരികൃഷ്ണൻ മെല്ലെ ജ്യോതിയുടെ മുറിയിലേക്ക് തിരിച്ചു ചെന്നു. അവൾ ഏകയായി കണ്ണുകൾ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഹരി എവിടെയായിരുന്നു? അവൾ അന്വേഷിച്ചു. ഞാൻ പുറത്തുണ്ടായിരുന്നു. പൂർണിമയ്ക്ക് എന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അവൾ എന്തായിരിക്കും സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വിളിറിയ ചിരിയായിരുന്നു അത്. എന്താണ്? നെഞ്ചിരിപ്പോടെ അവൻ ചോദിച്ചു. ഹരിയെ കല്യാണം കഴിക്കാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അക്കാര്യം പറയാനല്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാൻ ജ്യോതി. നാളെ നിന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും. നീ എങ്ങോട്ടാണ് പോകുന്നത്? രമേശേട്ടൻ്റെ വീട്ടിലേക്ക്. അവിടെ ആരുമില്ല. ശശാങ്കരനും സുലോചന ചേച്ചിയും കൂടി തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. മധുര, വേളാങ്കണ്ണി, തിരുപ്പതി. ഒരാഴ്ച കഴിഞ്ഞ് വരൂ, അവൻ അറിയിച്ചു. അവളൊന്നും ഞെട്ടി. നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാമല്ലോ ജ്യോതി? പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല ഹരി, അവർ എന്നെ കൊണ്ടുപോകുകയില്ല. അവരെന്നെ പടിയടിച്ച് പിണ്ടം വെച്ചതാ. എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനും അമ്മയും എനിക്ക് മാപ്പ് തരില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞു. പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ലോകത്തേക്ക് ജ്യോതിയുടെ അച്ഛൻ പോയി കഴിഞ്ഞു. നിന്നെ അവർ അറിയിക്കാഞ്ഞതാ. ജ്യോതി അവരെ തുറച്ചു നോക്കി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സത്യമാണോ ഹരി പറയുന്നത്? അതേ എന്നർത്ഥത്തിൽ അവൻ തലകുലുക്കി. അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. അച്ഛൻ്റെ കാര്യം പറയേണ്ടിയിരുന്നില്ലെന്ന് അപ്പോൾ അവന് തോന്നി.
മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് അവളെ കൈപ്പിടിച്ച് കൊണ്ടുവന്ന ഈ നേരത്ത് മറ്റൊരു തീര ദുഃഖത്തിൻ്റെ വേദന കൂടി താങ്ങാനുള്ള ശക്തി അവളുടെ മനസ്സിലുണ്ടോ? ജ്യോതി കരയരുത്. എന്ത് സംഭവിച്ചാലും നമ്മൾ ധൈര്യത്തോടെ നേരിടുകയാണ് വേണ്ടത്. ഹരികൃഷ്ണൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാലും ഹരി, ആർക്കും എന്നെ വേണ്ടതായല്ലോ. അങ്ങനെ വിചാരിക്കരുത്. നിനക്ക് ഞാനുണ്ടെന്ന് പറയാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്കിനി ജീവിക്കണമെന്നില്ല. ആർക്കു വേണ്ടിയാണ് ഞാൻ? കണ്ണീരോടെ അവൾ അവനെ നോക്കി. അബദ്ധം പറയാതെ. ആർക്കെങ്കിലും വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? ദൈവം നമുക്ക് തന്ന ദാനമാണ് ഈ ജീവിതം. ദാനം തിരിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ദൈവം തിരിച്ചെടുക്കുമ്പോൾ എടുത്തോട്ടെ. അല്പനേരം കൂടി ഹരികൃഷ്ണൻ അവളുടെ അടുത്തിരുന്നു. ഞാൻ പോയിട്ട് വരാം. ഒരു കാര്യത്തിലും വിഷമിക്കരുത്, അവൻ ധൈര്യം കൊടുത്തു. പക്ഷേ നാളെ എന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യജീവിയുടെ മുമ്പിൽ ദൈവം എല്ലാ വാതിലുകളും കൊട്ടിയടക്കിയില്ല ജ്യോതി. എന്ത് വഴി മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു റെസിഡൻറ്റ് ഡോക്ടറുടെ ക്വാർട്ടേഴ്സ്. ഹരി അവിടേക്ക് ചെന്നു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ പൂർണിമ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഹരിയോ, വരൂ, ഇരിക്കൂ. അവർ സ്വീകരണ മുറിയിലിരുന്നു. അവൻ്റെ മ്ലാനമായ മുഖം അവൾ ശ്രദ്ധിച്ചു. ഇനി 2 കാര്യങ്ങൾ കൂടി ഹരി ചെയ്യണം, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. എന്താണെന്ന അർത്ഥത്തിൽ അവൻ അവളെ നോക്കി. ജ്യോതിക്ക് വേണ്ടി എത്രയും വേഗം ഹരി ഒരു വക്കീലിനെ കണ്ട് ഡൈവോഴ്സ് സ്യൂട്ട് ഫയൽ ചെയ്യണം. ഭർത്താവ് കൊലകുറ്റത്തിന് അറസ്റ്റിലായതുകൊണ്ട് വിവാഹമോചനം കിട്ടാൻ പ്രയാസം വരില്ല. അവനൊന്നും മിണ്ടിയില്ല. 2ാമത്തെ കാര്യം, ജ്യോതിക്ക് ഒരു ജീവിതം കൊടുക്കണം. ഹരിയുടെ സ്നേഹം അവൾ അർഹിക്കുന്നു. ഞെട്ടലോടെ അവൻ പൂർണിമയെ നോക്കി. അവൾ മന്ദഹസിച്ചു. ഞാനൊരു വിഡ്ഢിയൊന്നുമല്ല ഹരി. പിടിച്ചു വാങ്ങേണ്ടുന്ന ഒന്നല്ല സ്നേഹം. അത് സ്വാഭാവികമായി കിട്ടേണ്ടതാണ്. ഹരി എന്നെ കല്യാണം കഴിച്ചാലും നിങ്ങളുടെ മനസ്സിലേക്ക് എനിക്കൊരിക്കലും പ്രവേശനം കിട്ടില്ലെന്ന് എനിക്കറിയാം. അവിടെ നിന്ന് ജ്യോതിയെ ഇറക്കിവിടാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. പൂർണിമ, അവൻ്റെ സ്വരയിടറി. പൂർണ്ണ മനസ്സോടെയാണ് ഞാനിത് പറയുന്നത്. വിശ്വസിക്കാം, നമ്മൾ എന്നും സുഹൃത്തുക്കൾ മാത്രമായിരിക്കും. ഹരികൃഷ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിശ്വസിക്കാനാവാതെ ഡോക്ടർ സുമതികുട്ടിയമ്മ രമേശൻ നായരുടെ മുഖത്തേക്ക് നോക്കി. എന്ത് വിഡിത്തമ്മ രമേശ നീ പറയുന്നത്? അവൾ വേറൊരാളുടെ ഭാര്യയാണിപ്പോൾ. അവളെ നമുക്ക് എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റും? അവനെ പോലെ നിന്റെ തലയ്ക്ക് മോളമുണ്ടോ? അങ്ങനെയല്ല ചേച്ചി, ആ കുട്ടിക്ക് ഇപ്പോൾ താമസിക്കാനൊരു സ്ഥലമില്ല. നമുക്ക് 2-3 വീടുകളുണ്ടല്ലോ. തൽക്കാലം അവിടെ എവിടെയെങ്കിലും താമസിപ്പിക്കാം. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഓഫീസിൽ ഒരു ജോലിയും കൊടുക്കാം. സുമതികുട്ടിയമ്മ അയാളെ ഒന്ന് നോക്കി. എന്നിട്ട് 6 മാസത്തിനുള്ളിൽ ഡൈവേഴ്സ് കിട്ടും. അത് കഴിഞ്ഞ് അവൻ അവളെ കല്യാണം കഴിക്കും. അതല്ലേ അവൻ്റെ മനസ്സിലിരിപ്പ്? ആണെന്ന് തോന്നുന്നു. തളർച്ചയോടെ സുമതികുട്ടിയമ്മ കസേരയിൽ ചാരിയിരുന്നു. 2 പേരും ഹോസ്പിറ്റലിൽ സുമതികുട്ടിയമ്മയുടെ ഓഫീസ് മുറിയിലായിരുന്നു. ഒരു കൊലപാതകിയുടെ ഭാര്യയാണ് ഡോക്ടർ സുമതികുട്ടിയമ്മയുടെ മകൻ കല്യാണം കഴിക്കുന്നത് എന്ന വാർത്ത നാട് നീളെ പരക്കും. അതത്ര അന്തസ്സുള്ള കാര്യമാണോ രമേശ? നാട്ടുകാർ എന്തു പറയട്ടെ, നമുക്ക് കുഞ്ഞിൻ്റെ മനസ്സുഖമല്ലേ ചേച്ചി നമുക്ക് പ്രധാനം. അവർ അയാളൊന്ന് നോക്കി. അവനിപ്പം എവിടെയുണ്ട്? വീട്ടിലുണ്ട്. കുഞ്ഞമാവൻ അമ്മയോട് സംസാരിച്ച് അനുകൂലമായ മറുപടി എടുപ്പിക്കണമെന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് വിട്ടത്. ചേച്ചി സമ്മതിക്കുമെന്ന് തന്നെ അവൻ്റെ പ്രതീക്ഷ. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഡ്രൈവറോട് പറ കാർ എടുക്കാൻ. അപ്പോൾ തന്നെ അവർ വീട്ടിലേക്ക് ചെന്നു. ഹരികൃഷ്ണൻ അവൻ്റെ മുറിയിലുണ്ടായിരുന്നു. നിന്റെ തീരുമാനത്തിനൊരു മാറ്റവുമില്ലേ? സുമതികുട്ടിയമ്മ ചോദിച്ചു. അമ്മ ക്ഷമിക്കണം. എനിക്ക് നിന്റെ ആഗ്രഹം നടക്കണമെങ്കിൽ പല തടസ്സങ്ങളുമുണ്ട് മോനെ. അവളിപ്പോൾ ഒരാളുടെ ഭാര്യയാണ്. നിയമ നടപടികൾ തീരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. അതെനിക്കറിയാം. ബന്ധം ഒഴിയാൻ അയാൾ തയ്യാറില്ലെങ്കിലോ? അവനൊന്ന് പകച്ചു. പത്മാവതി അമ്മയുടെ മുറിയിലേക്ക് സീമ ചെല്ലുമ്പോൾ അവർ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു. അമ്മേ, സീമ പതുക്കെ വിളിച്ചു. ടീച്ചർ കണ്ണുകൾ തുറന്നു നോക്കി. ടാക്സി വേണമെങ്കിൽ ഇന്നേ വിളിച്ച് പറയണം. രാവിലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. എവിടെ പോകാനാ ടാക്സി? ഒന്നും അറിയാത്ത മട്ടിൽ അവർ ചോദിച്ചു. അപ്പോഴേക്കും എല്ലാം മറന്നോ? എറണാകുളത്ത് പോകണ്ടേ ചേച്ചിയെ കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞില്ലേ, അവൾ എൻ്റെ മോളല്ല. അവൾ നമ്മുടെ ആരുമല്ല. നിർവികാരമായിരുന്നു അവരുടെ സ്വരം. ഇത്രയായിട്ടും ചേച്ചിയോടുള്ള വെറുപ്പ് തീർന്നില്ലേ അമ്മേ? നാളെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ആ പാവ എങ്ങോട്ട് പോകും? ഹരികൃഷ്ണൻ വന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പോഴാണ് വിവേക് അവിടേക്ക് വന്നത്. ജ്യോതി ചേച്ചിയുടെ കയ്യിൽ തെറ്റുണ്ട്. പക്ഷേ പാവത്തിനെ ആ ദ്രോഹിയുടെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അമ്മേ? അവൻ ചോദിച്ചു. അത് ശരിയാണ്. പക്ഷേ അച്ഛൻ പെട്ടെന്ന് മരിക്കാൻ കാരണക്കാരി അവളല്ലേ? അച്ഛൻ പറഞ്ഞത് അവൾ അനുസരിച്ചിരുന്നെങ്കിൽ. പത്മാവതി അമ്മയ്ക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. ചേച്ചി ഇങ്ങ് പോരാൻ പറഞ്ഞപ്പോൾ പോരേണ്ടതായിരുന്നു. പക്ഷേ ആ ദുഃഖത്തിലൊന്നുമല്ല അച്ഛൻ മരിച്ചത്. ഹൃദയത്തിലുള്ള ബ്ലോക്ക് നേരത്തെ ഉണ്ടായതാണ്. ആരും അത് അറിഞ്ഞില്ലെന്നേയുള്ളൂ, വിവേക് വാദിച്ചു. നാളെ നമ്മൾ പോകണം. ചേച്ചിയെ കൊണ്ടുവരണം. ഇനിയെങ്കിലും ആ പാവത്തിനെ കണ്ണീർ കുടിപ്പിക്കരുത്, സീമ പറഞ്ഞു. ചിലപ്പോൾ ഏതെങ്കിലും ആരിലോ അല്ലെങ്കിൽ റെയിൽ പാളത്തിലോ ചേച്ചി ജീവനൊടുക്കിയാൽ ആ ദുഃഖം കൂടി നമ്മൾ താങ്ങേണ്ടി വരും. ഞെട്ടലോടെ പത്മാവതിയമ്മ അവനെ ഒന്ന് നോക്കി. നിങ്ങൾ 2 പേരും കൂടി പോയാൽ മതി. ഞാൻ വരുന്നില്ല. സീമയും വിവേകവും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. അമ്മയുടെ അനുവാദം കിട്ടിയല്ലോ. പിറ്റേന്ന് രാവിലെ 2 പേരും കൂടി ഒരു കാറിൽ എറണാകുളത്തേക്ക് പുറപ്പെട്ടു. 10 മണിക്ക് മുമ്പേ അവർ ഹോസ്പിറ്റലിലെത്തി. അനാഥയെപ്പോലെ ജ്യോതി അവളുടെ മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കോലം കണ്ട് സീമയ്ക്ക് സഹിച്ചില്ല. എൻ്റെ ചേച്ചി, അവൾ ജ്യോതിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വിവേകിൻ്റെ കണ്ണുകളും നനഞ്ഞു. ചേച്ചിയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്, അവൻ പറഞ്ഞു.
ഒരു എയർ ബാഗിൽ കൊള്ളാനുള്ള സാധനങ്ങളെ മുറിയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് പൂർണിമ വന്നു. ഇതാ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. കയ്യിലിരുന്ന കടലാസ് അവൾ വിവേകിനെ ഏൽപ്പിച്ചു. ബില്ല്? അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. അതെല്ലാം ഒരാൾ അടച്ചു കഴിഞ്ഞു. അതേക്കുറിച്ചോർത്ത് വേവലാതി വേണ്ട, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. വിവേകും സീമയും പരസ്പരം നോക്കി. ജ്യോതി മുഖം കുനിച്ചു. വിവേക് എയർ ബാഗ് എടുത്തു. ജ്യോതിയുടെ അടുത്തേക്ക് പൂർണിമ ചെന്നു. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും നീ ഭാഗ്യവതിയാണ് മോളെ. സുരക്ഷിതമായ കൈകളിലേക്കാണ് നീ ചേരാൻ പോകുന്നത്. നിനക്ക് എൻ്റെ ആശംസകൾ. പൂർണിമയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലടി. ജ്യോതിക തേങ്ങി. കാറിൻ്റെ അടുത്തുവരെ പൂർണിമ അവരോടൊപ്പം ചെന്നു. വിവേക് ഫ്രണ്ട് സീറ്റിലാണ് കയറിയത്. ജ്യോതിയും സീമയും ബാക്ക് സീറ്റിലും. പോയിട്ട് വരാം, സീമ പറഞ്ഞു. കാർ മുന്നോട്ട് നീങ്ങി. അവ നോക്കി ഒരു പ്രതിമയെ പോലെ പൂർണിമ നിന്നു. ടാക്സി വീട്ടിലെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി ജ്യോതി നേരെ തെക്കേ പറമ്പിലേക്കാണ് പോയത്. വാസ്തവ കൈമളുടെ കുഴിമാടത്തിനരികിൽ അവൾ നിന്നു. അച്ഛാ, മാപ്പ്, മാപ്പ്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ അടർന്നു വീണു. വീട്ടിലേക്ക് ചെന്നപ്പോൾ പത്മാവതി ടീച്ചർ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. എല്ലാം വിധിയാണെന്ന് സമാധാനിക്കുകയാണ് മോളെ ഞാൻ. പിറ്റേന്ന് രാവിലെ ഒരു ഫോൺ കോൾ വന്നു. സീമയാണ് റിസീവർ എടുത്തത്. ഹലോ, ജ്യോതിയുടെ വീടല്ലേ? ഒരു പുരുഷ സ്വരം ചോദിച്ചു. അതെ, എൻ്റെ പേര് ആനന്ദ്ജി. ജ്യോതി ഒന്ന് വിളിക്കാമോ? റിസീവർ മാറ്റി വെച്ചിട്ട് അവൾ ജ്യോതിയുടെ അടുത്തേക്ക് ചെന്ന് വിവരം അറിയിച്ചു. ജ്യോതി വേഗം ചെന്ന് റിസീവർ എടുത്തു. എന്താ ആനന്ദ്ജി? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ജ്യോതിക്ക് ഇങ്ങോട്ടൊന്ന് വരാമോ? വരാം. എന്താണ് കാര്യമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. മഹേഷ് ഇവിടെ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു. അവനെ സുലോചനയും ശശാങ്കനും കൈയൊഴിഞ്ഞു. അവർ വടക്കേ ഇന്ത്യയിലേക്ക് തീർത്ഥയാത്ര പോയിരിക്കുകയാണ്. ജ്യോതിയെ കാണണമെന്ന് പറഞ്ഞ് അവൻ ഒരേ കരച്ചിൽ. ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അവൾ ഞെട്ടി. ഞാൻ വരാം. അവൾ റിസീവർ വെച്ചു. ആര് ചേച്ചി? എന്താ കാര്യം? സീമ തിരക്കി. അഭയനികേതനിലെ ആനന്ദ്ജിയാണ് വിളിച്ചത്. എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം മോളെ. അഭയനികേതൻ അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു വലിയ മനുഷ്യൻ നടത്തുന്ന സ്ഥാപനമാണത്. വയ്യാതിരിക്കുമ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല മോളെ, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. വൈകുന്നേരം സീമ കോളേജിൽ നിന്ന് എത്തിയപ്പോൾ ജ്യോതി വീട്ടിലില്ല. അല്പനേരം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പത്മാവതി അമ്മ എത്തി. കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവൾ ഇതുവരെ വന്നില്ലല്ലോ. പത്മാവതി അമ്മ ഉത്കണ്ഠപ്പെട്ടു. സീമ ഒന്നും മിണ്ടിയില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വീടിന് മുമ്പിൽ വന്നു നിന്നു. ഓട്ടോയിൽ നിന്ന് ജ്യോതിയും മഹേഷുമാണ് ഇറങ്ങിയത്. അവരെ കണ്ട് പത്മാവതി അമ്മയും സീമയും ഞെട്ടി. ഏതാടി ചെറുക്കൻ? പത്മാവതി അമ്മ ചോദിച്ചു. രമേശേട്ടൻ്റെ കുഞ്ഞാണമ്മേ. പത്മാവതി അമ്മയ്ക്കും സീമയ്ക്കും കാര്യം മനസ്സിലായി. ഇതിനെയും കൊണ്ട് നീ ഈ പടി കയറാൻ പാടില്ല. കൊണ്ടുപോയി എവിടെയെങ്കിലും കളഞ്ഞിട്ട് വാ, പത്മാവതി അമ്മ ആക്രോശിച്ചു. ജ്യോതി പകച്ചു നിന്നു. രമേശേട്ടൻ തെറ്റുകാരനാണ്, സമ്മതിച്ചു. പക്ഷേ അതിന് ഈ പാവം കുഞ്ഞിനെ നമ്മൾ ശിക്ഷിക്കണോ? ഇവൻ കുറച്ച് ദിവസം ഇവിടെ കഴിയാൻ അമ്മ സമ്മതിക്കണം. പത്മാവതി അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ജ്യോതി അപേക്ഷിച്ചു. അമ്പരന്ന മുഖത്തോടെ മഹേഷ് സീമയെയും പത്മാവതി അമ്മയെയും മാറി മാറി നോക്കി. നീയും തെറ്റുകാരിയാണ്. പക്ഷേ നീ എൻ്റെ മകളായതുകൊണ്ട് അത് മറന്ന് നിന്നെ ഞാൻ സ്വീകരിച്ചു. പക്ഷേ നിൻ്റെ ഭർത്താവിനുണ്ടായ ജാരസന്തതിക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല. പത്മാവതി അമ്മ ഉറച്ചു നിന്നു. കുഞ്ഞിനെ അഭയനികേതനിൽ കൊണ്ടാക്കിയിട്ട് വാ ചേച്ചി. ഓട്ടോ പോയില്ലല്ലോ, സീമ നിർദ്ദേശിച്ചു. അമ്മ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ അഭയനികേതനത്തിലേക്ക് പോവാണ്. അവിടുന്ന് ഞാനിങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോഴാണ് വിവേക് ബൈക്കിലെത്തിയത്. മഹേഷിനെ കണ്ടപ്പോൾ അവൻ ഞെട്ടി. ചേച്ചി, ഈ കുഞ്ഞിനെ അഭയനികേതനിൽ കൊണ്ടു ചെല്ലുന്നതല്ലേ നല്ലത്? ജ്യോതിയോട് വിവേക് ചോദിച്ചു. അവിടെ നിൽക്കത്തില്ല മോനെ ഇവൻ. എന്നെ തന്നെ വേണം. ഞാൻ ഇവനെയും കൊണ്ട് അഭയനികേതനിലേക്ക് പോവാണ്. മഹേഷിനെയും കൊണ്ട് ജ്യോതി ചെന്ന് ഓട്ടോയിൽ കയറി. അമ്മേ, ചേച്ചി വിളിക്ക്. പോകാൻ സമ്മതിക്കരുത്, സീമ അഭ്യർത്ഥിച്ചു. നാളെ നമുക്ക് അവനെ തിരിച്ചുകൊണ്ട് ചെന്ന് വിടാം. ചേച്ചി പോകരുതെന്ന് അമ്മ പറ, വിവേകും നിർബന്ധിച്ചു. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതൃപ്തിയോടെ പത്മാവതി അമ്മ വീട്ടിലേക്ക് കയറിപ്പോയി. പോകണ്ട ചേച്ചി, വിവേക് പെട്ടെന്ന് ജ്യോതിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അത് ശരിയാവത്തില്ല വിവേക്. ഓട്ടോയിൽ നിന്നിറങ്ങാൻ അവൾ മടിച്ചു. ഞാനല്ലേ വിളിക്കുന്നത്, വാ ചേച്ചി. മഹേഷിനെ വിവേക് വണ്ടിയിൽ നിന്നെടുത്തു. ജ്യോതി ഓട്ടോ ഡ്രൈവർക്ക് കൂലി കൊടുത്തു. അവരെല്ലാവരും വീട്ടിലേക്ക് കയറി. മഹേഷിനെ വാങ്ങി ജ്യോതി അവളുടെ മുറിയിലേക്ക് പോയി. ചേച്ചി എന്താടാ ഇങ്ങനെയായിപ്പോയത്? ഹൃദയവേദനയോടെ സീമ ചോദിച്ചു. എനിക്കറിയില്ല, ചിലപ്പോൾ ചേച്ചി ചെയ്യുന്നതായിരിക്കാം ശരി. അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സുമതി കുട്ടിയമ്മ ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് ഹരികൃഷ്ണൻ അവരുടെ അടുത്തേക്ക് ചെന്നത്. അവൻ അമ്മയുടെ അടുത്തിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മയോട്. എന്താണ് നിനക്ക് പറയാനുള്ളത്? ജ്യോതി വീട്ടിലുണ്ട്. ഇത്രയുമൊക്കെ ദുരന്തങ്ങൾ ജീവിതത്തിലുണ്ടായ ശേഷം അമ്മയ്ക്കറിയാമല്ലോ, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഓർമ്മകൾ അവൾക്ക് ഒരു മനസ്സമാധാനവും കൊടുക്കത്തില്ല. സുമതി കുട്ടിയമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. അതിനിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയും ഹരി? എങ്കിലും അവർ ചോദിച്ചു. അവൾക്കൊരു ജോലി കൊടുക്കാൻ നമുക്ക് കഴിയും അമ്മേ, നമ്മുടെ ഹോസ്പിറ്റലിൽ. അതിന് അവൾ നേഴ്സിംഗ് പഠിച്ചതൊന്നുമല്ലല്ലോ. അവൻ്റെ മനസ്സറിയാൻ അവർ ശ്രമിച്ചു. ഓഫീസിൽ അക്കൗണ്ടൻ്റ് ഒരു വേക്കൻസി ഉണ്ടാക്കാമെന്നാണ് കുഞ്ഞമ്മാവൻ പറഞ്ഞത്. അപ്പോൾ അമ്മാവനും അനിദ്രവനും കൂടി എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് എന്നോട് ആലോചിക്കുന്നത് അല്ലേ? ഹരികൃഷ്ണൻ ദയനീയ ഭാവത്തിൽ അവരെ നോക്കി.
പ്ലാൻ ചെയ്തതൊന്നുമല്ലാമേ. ഞാൻ കുഞ്ഞമ്മാവനോട് വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. ശരി, നോക്കട്ടെ. അവർ പാതി സമ്മതം മൂളി. അവന് സമാധാനമായി. എങ്കിൽ ഞാൻ ജ്യോതിയെ അറിയിക്കട്ടെ. അപ്പോഴേക്കും ധൃതിയായോ? ഞാൻ രമേശനുമായി ഒന്ന് സംസാരിക്കട്ടെ. കുഞ്ഞമ്മാവനോട് സംസാരിക്കുന്നത് വെറും ഒരു ഔപചാരികതയാണെന്ന് അവനറിയാമായിരുന്നു. അമ്മ വിചാരിച്ചാൽ എന്തും നടക്കും. അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ രമേശൻ നായർ അവന് വാർത്ത കൊടുത്തു. ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് അവളെ നിയമിക്കാം. ബാക്കിയൊക്കെ അത് കഴിഞ്ഞ്. എന്നുവെച്ചാൽ നീ അവളെ കല്യാണം കഴിക്കുന്ന അന്നു മുതൽ അവൾ ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അപ്പോൾ കുഞ്ഞമ്മാവനോ? അവൻ അമ്പരന്നു. ഞാൻ കുവൈറ്റിലേക്ക് തിരിച്ചു പോകുമടാ. ഗൾഫ് എന്നെ മാടി വിളിക്കുകയാണ്. രമേശൻ നായർ ചിരിച്ചു. പിറ്റേന്ന് രാവിലെ സത്യൻ്റെ ലോഡ്ജിലേക്ക് ഹരികൃഷ്ണൻ ചെന്നു. എടാ, ഒരു സംഭവമുണ്ട്. ആഹ്ലാദത്തോടെ അവൻ സത്യനോട് പറഞ്ഞു. എന്താടാ, ജ്യോതി ഡൈവേഴ്സൺ ചെയ്യാമെന്ന് സമ്മതിച്ചോ? അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് സത്യൻ ചോദിച്ചു. അതല്ലടാ, ജ്യോതിയുടെ ജോലിക്കാരി ഹരികൃഷ്ണൻ പറഞ്ഞു. നേരിട്ടാണോ നിയമനം? അക്കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അഭിയുമൊത്ത് ഇന്ന് തന്നെ നീ ജ്യോതിയെ ചെന്ന് കണ്ട് ഇക്കാര്യം പറയണം. അവളെ കൊണ്ട് ഒരു അപേക്ഷ എഴുതി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ താല്പര്യമില്ലെന്ന് അവൾ പറഞ്ഞാലോ? അവനൊന്ന് ഞെട്ടി. അങ്ങനെ പറയുമോ? ജോലി വേണമെന്ന ആഗ്രഹം കാണും, പക്ഷേ ചെമ്പകശ്ശേരിയിൽ വേണ്ട എന്ന് തോന്നിയാൽ? അവനൊന്ന് ചിരിച്ചു. അതേക്കുറിച്ച് പിന്നീട് നമുക്ക് ആലോചിക്കാം. എന്തായാലും നിങ്ങൾ ചെന്ന് അവളെ ഒന്ന് കാണും. അഭിഷേകിനെ അപ്പോൾ തന്നെ അവൻ വിളിച്ചു വരുത്തി. സത്യനും അവനും കൂടി ജ്യോതിയുടെ വീട്ടിലേക്ക് പോയി. അവർ ചെന്നപ്പോൾ മഹേഷുമൊത്ത് അവൾ മുൻവശത്തെ മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവരെ സൗഹൃദത്തോടെ സ്വീകരിച്ചു. ഇരിക്കെ രണ്ടുപേരും. ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ല. അമ്മ സ്കൂളിൽ പോയി. സീമയും വിവേകും കോളേജിലും. ഈ കുഞ്ഞ്? സത്യം കൗതുകടക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ വീണ്ടും എൻ്റെ കയ്യിൽ എത്തിയെന്നായിരിക്കും സത്യൻ അറിയേണ്ടത്, അല്ലേ? ദൈവം ചിലതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെയല്ല നടക്കൂ. ഒരു കാറ്റ് വീശുന്നതും ഒരു ഇലയനങ്ങുന്നത് പോലും. അവൾ പുഞ്ചിരിച്ചു. ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിൽ ജൂനിയർ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യണമെന്ന് ദൈവം തീരുമാനിച്ചു കാണുമോ? അഭിഷേക് ചോദിച്ചു. അവൾ അവനെ പകച്ചു നോക്കി. എന്താ ബി പറയുന്നത്? അങ്ങനെയൊരു തീരുമാനം ഡോക്ടർ സുമതികുട്ടിയമ്മയും ഹരികൃഷ്ണനും കൂടി എടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ അപ്രൂവൽ അതിന് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. പെട്ടെന്ന് ജ്യോതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഏത് വാതിലും മുട്ടിയാൽ എനിക്ക് എന്ത് ജോലി കിട്ടും എന്നായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ ചിന്ത. എന്തായാലും ജ്യോതി ഒരു കടലാസ് എടുത്ത് ഒരു ആപ്ലിക്കേഷൻ എഴുത്. ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലി മതിയെന്ന് പറഞ്ഞാൽ മതി. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറുടെ പേരിൽ അത് വെച്ച് ഓർഡർ അടിക്കാനാണ്. എല്ലാം അതിൻ്റെ നേരായ വഴിക്ക് നീങ്ങട്ടെ, സത്യം പറഞ്ഞു. ഇപ്പം തന്നെ എഴുതി തരാം. മഹേഷിനെയും കൊണ്ട് ജ്യോതി എഴുന്നേറ്റു. മോനെ ഇങ്ങ് തന്നേക്ക്. അഭിഷേക് കൈനീട്ടി. കുറച്ചു നേരം മോൻ അങ്കിളിൻ്റെ അടുത്തിരിക്കെ. അവൾ അഭിഷേകിൻ്റെ കയ്യിൽ മഹേഷിനെ കൊടുത്തു. കുഞ്ഞു മടി കൂടാതെ ചെന്നു. ജ്യോതി അവളുടെ മുറിയിൽ ചെന്ന ഒരു കടലാസ് എടുത്ത് ഭംഗിയായി ഇംഗ്ലീഷിൽ അപേക്ഷ എഴുതാൻ തുടങ്ങി. അപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഹരികൃഷ്ണൻ്റെ മുഖം തെളിഞ്ഞു വന്നു. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദൈവം എന്തോ നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷ എഴുതി താഴെ ഒപ്പുമിട്ട് അവൾ മുൻവശത്തെ മുറിയിലേക്ക് ചെന്നു. അപ്പോഴേക്ക് സത്യനും അഭിഷേകമൊത്ത് മഹേഷ് സൗഹൃദത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. മോൻ വരുന്നോ? നമുക്ക് കാറിലൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം, അഭിഷേക് പറഞ്ഞു. മഹേഷ് അപ്പോൾ തന്നെ തയ്യാറായി. ഞാൻ ഈ അങ്കിളിൻ്റെ കൂടെ പോട്ടെ അമ്മേ? വേണ്ട പോരെ, അങ്കിളിന് ഒരുപാട് ജോലിയുണ്ട്. വേറൊരു ദിവസം നമുക്ക് പോകാം. അവൾ അവനെ തിരികെ വാങ്ങി. എനിക്കിപ്പം പോകണം, അവൻ ചിണുങ്ങി. വേണ്ട, വേറൊരു ദിവസം അങ്കിൾ വന്ന് മോനെ കൊണ്ടുപോകാം കേട്ടോ, സത്യൻ അവനെ സമാധാനിപ്പിച്ചു. അവനൊന്ന് അടങ്ങി. നിങ്ങൾ രണ്ടുപേരെയും അവന് വല്ലാതെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ വിവേകിനെ വലിയ പേടിയുമാ, ജ്യോതി പറഞ്ഞു. ഞങ്ങൾ പോവാണ്, വിവരം അറിയിക്കാം കേട്ടോ. പിറ്റേന്ന് പോസ്റ്റ്മാൻ വന്ന് അവൾക്കൊരു കവർ കൊടുത്തു. ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിൻ്റെ പേര് അച്ചടിച്ച കവറായിരുന്നു അത്. വർദ്ധിക്കുന്ന നെഞ്ചിരിപ്പോടെ അവളത് തുറന്നു നോക്കി. ജൂനിയർ അക്കൗണ്ടൻ്റായി അവളെ നിയമിച്ചുകൊണ്ടുള്ള ഓർഡറായിരുന്നു അത്. തുടക്കത്തിൽ പ്രതിമാസം 10,000 രൂപ ശമ്പളം. വൈകുന്നേരം പത്മാവതി ടീച്ചർ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവൾ ആ കത്ത് അമ്മയെ കാണിച്ചു. ഇതെങ്ങനെ കിട്ടി നിനക്ക്? സത്യനും അഭിഷേകം കൂടി കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഇക്കാര്യം സംസാരിച്ചിരുന്നു, അവൾ വെളിപ്പെടുത്തി. ഹരികൃഷ്ണൻ്റെ താല്പര്യമായിരിക്കും അല്ലേ? ആണെന്ന് തോന്നുന്നു. പോകുന്നോ നീ? അതാ നല്ലത്. വെറുതെ വീട്ടിലിരുന്ന് മുരടിക്കണ്ട. പക്ഷേ കുഞ്ഞിനെന്ത് ചെയ്യും? അതേക്കുറിച്ച് ആലോചിക്കണം. അഭയം നികേതൻ തന്നെ തിരിച്ചേൽപ്പിക്കുന്നതല്ലേ നല്ലത്. മാസം തോറും ഒരു സംഖ്യ കൊടുത്താൽ മതിയല്ലോ. അവളൊന്നും മിണ്ടിയില്ല. നന്നായി ചേച്ചി, ഇതൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, വിവരം അറിഞ്ഞപ്പോൾ സീമ പറഞ്ഞു. മഹേഷിൻ്റെ കാര്യത്തിലാണ് എൻ്റെ മനപ്രയാസം. അമ്മ പറയുന്നു അഭയനികേതനിൽ തിരിച്ചേൽപ്പിക്കാൻ. ജ്യോതി അവളുടെ സങ്കടം അറിയിച്ചു. വേറെ എന്താണ് മാർഗം? നമ്മളെല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവിടെ വേറെ ആരുമില്ലല്ലോ. അവനെ എനിക്ക് പിരിയാൻ പറ്റില്ല മോളെ. ഒരു ദിവസം പോലെ എന്നെ കാണാതെ അവൻ കഴിയത്തുമില്ല. പിറ്റേന്നാണ് അവളൊരു പോം വഴി കണ്ടുപിടിച്ചത്. ടൗണിൽ ഒരു ക്രഷുണ്ട്. രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മഹേഷിനെ ക്രഷിലാക്കാം. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവനെ കൂട്ടുകയും ചെയ്യാം. അക്കാര്യം അവൾ പത്മാവതി അമ്മയോട് പറഞ്ഞപ്പോൾ അവർക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ജോലിയുടെ കാരണം പറഞ്ഞ് മഹേഷിനെ ഒഴിവാക്കാമല്ലോ എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പിറ്റേന്ന് രാവിലെ മഹേഷിനെ ക്രഷിലാക്കിയിട്ടാണ് ജ്യോതി ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിലേക്ക് ചെന്നത്.
ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം പെരുമ്പറ കൊട്ടും പോലെ മുഴങ്ങുന്നുണ്ടെന്ന് ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ അവൾക്ക് തോന്നി. ഡോക്ടർ സുമതിക്കുട്ടിയമ്മയെ എങ്ങനെ അഭിമുഖീകരിക്കും? രമേശൻ നായരുടെ മുറിയിലേക്കാണ് അവൾ ആദ്യം ചെന്നത്. ജ്യോതി ഇരിക്കൂ. അയാൾ അവളെ സ്വാഗതം ചെയ്തു. മേശയുടെ എതിർവശത്തുള്ള കസേരയിൽ അവൾ ഇരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അല്ലേ? അയാൾ ചോദിച്ചു. അല്ല. ഇതാണ് ജ്യോതി ജീവിതം. അയാൾ അവളെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. സ്റ്റാഫ് അംഗങ്ങളായ അരവിന്ദനും സുശീലിനും റാണിക്കും ജയശങ്കറിനും പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് ജ്യോതി സീറ്റ്. അവൾക്ക് വേണ്ടി പുതിയ മേശയും കസേരയും കമ്പ്യൂട്ടറും ക്രമീകരിച്ചിരുന്നു. ജ്യോതി ആ കസേരയിലിരുന്നു. ജോലി എന്തൊക്കെയാണെന്ന് അരവിന്ദൻ പറഞ്ഞു തരും. സംശയങ്ങളൊക്കെ ധൈര്യത്തോടെ ചോദിക്കണം. രമേശൻ നായർ അവൾക്ക് നിർദ്ദേശം കൊടുത്തു. അവൾ തലകുലുക്കി. ഇനി നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. ജ്യോതി വാ. അയാളുടെ പിന്നാലെ അവൾ ചെന്നു. സുമതിക്കുട്ടിയമ്മയെ കാണാനാണ് കൊണ്ടുപോകുന്നതെന്ന് അവൾക്ക് തോന്നി. അവളുടെ ചിന്ത ശരിയായിരുന്നു. സുമതിക്കുട്ടിയമ്മയുടെ മുറിയിലേക്കാണ് അയാൾ അവളെ കൊണ്ടുപോയത്. ചേച്ചി, പുതിയ അക്കൗണ്ടന്റ് ഇന്ന് ജോയിൻ ചെയ്തു. അവർ ജ്യോതിയൊന്ന് നോക്കി. എല്ലാം വേഗം പഠിക്കണം, മിടുക്കിയാകണം. മനസ്സിലെ ദുഃഖങ്ങളൊക്കെ അപ്പോൾ മറക്കാൻ പറ്റും, കരുണയോടെ അവർ പറഞ്ഞു. അവളുടെ ഹൃദയത്തെ ആ വാക്കുകൾ വല്ലാതെ സ്പർശിച്ചു. നന്ദി, നന്ദി. അവൾ ഇരു കൈകളുമെടുത്ത് സുമതിക്കുട്ടിയമ്മയെ തൊഴുതു. സാരമില്ല, ഓഫീസിലേക്ക് പോയിക്കോളൂ, അവർ പറഞ്ഞു. ജ്യോതി ഓഫീസിലേക്ക് മടങ്ങി. അരവിന്ദനും മറ്റുള്ളവരും അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഒട്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല അവൾക്ക്. 5:30 അവൾക്ക് പോകാൻ അനുവാദം കിട്ടി. ക്രഷിൽ നിന്ന് മഹേഷിനെയും കൂട്ടിയാണ് അവൾ വീട്ടിലേക്ക് പോയത്. പിറ്റേന്നും അതിൻ്റെ അടുത്ത ദിവസവും ഹരികൃഷ്ണൻ അവളെ കാണാൻ ഓഫീസിൽ വരുമെന്ന് ജ്യോതി പ്രതീക്ഷിച്ചു. അവൻ വന്നില്ല. അത് നന്നായി എന്ന് അവൾക്ക് തോന്നി. ഒരാഴ്ച കൊണ്ട് ഓഫീസിലെ ജോലികൾ മുഴുവൻ അവൾ പഠിച്ചു. മിടുക്കിയ ജ്യോതി. പെട്ടെന്ന് എല്ലാം പഠിച്ചു. ഒരു തെറ്റും വരുത്തിയിട്ടുമില്ല. രമേശൻ നായർക്ക് അരവിന്ദൻ റിപ്പോർട്ട് കൊടുത്തു. പിറ്റേന്ന് അവളെ സുമതിക്കുട്ടിയമ്മ അവരുടെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ജ്യോതിയോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ് ഡോക്ടർ? ഉത്കണ്ഠയോടെ അവൾ അവരെ നോക്കി. ഡൈവേഴ്സ് നോട്ടീസ് ഫയൽ ചെയ്യണ്ടേ? ചെയ്യണം. എത്രയും വേഗം വിധി കിട്ടാൻ നമ്മൾ ശ്രമിക്കണം. ഹരിക്ക് നിന്നെ തന്നെ വേണം എന്നാണ് അവൻ്റെ നിർബന്ധം. അവളൊന്നും ഞെട്ടി. നിനക്ക് സമ്മതമല്ലേ മോളെ? അവളൊന്നും പറഞ്ഞില്ല. സമ്മതമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട് എനിക്ക്. ആ കുഞ്ഞിനെ ഒഴിവാക്കണം. എന്താ, പറ്റില്ലേ? അവളുടെ മറുപടി കേൾക്കാൻ സുമതിക്കുട്ടിയമ്മ ആകാംക്ഷയോടെ കാത്തു. എൻ്റെ ചോദ്യത്തിന് ജ്യോതി മറുപടി പറഞ്ഞില്ല. സുമതിക്കുട്ടിയമ്മ അവളെ ഓർമ്മിപ്പിച്ചു. മഹേഷിനെ എവിടെയെങ്കിലും കൊണ്ടുചെന്ന് കളഞ്ഞാലേ എന്നെ വിവാഹം ചെയ്യാൻ ഹരിയെ ഡോക്ടർ അനുവദിക്കൂ എന്നല്ലേ പറഞ്ഞത്? ജ്യോതി ചോദിച്ചു. ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുചെന്ന് കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അഭയനികേതനിലായിരുന്നില്ലേ അവൻ? അവിടെ തിരിച്ചേൽപ്പിച്ചാൽ മതി. നല്ലൊരു സംഭാവന ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. എന്നെ പിരിഞ്ഞ് അവൻ ഒരു ദിവസം പോലും മാറി നിൽക്കുകയില്ല. അതൊക്കെ ജ്യോതിയുടെ വെറും തോന്നലാ. കുഞ്ഞുങ്ങൾ ഏത് സാഹചര്യവുമായും പെട്ടെന്ന് ഇറങ്ങിച്ചേരും. ജ്യോതിയെ കാണാതെ അവൻ 3 ദിവസം മാറി നിന്നാൽ 4-ാം ദിവസം അവൻ നിന്നെ മറക്കും. അവളൊന്ന് ചിരിച്ചു. അതിൻ്റെ ആവശ്യമില്ല ഡോക്ടർ. അവനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. അവനെ ഞാൻ ആർക്കും കൊടുക്കുകയില്ല. പെട്ടെന്ന് സുമതിക്കുട്ടിയമ്മയുടെ മുഖം മങ്ങി. അപ്പോൾ ഹരിയെ നിനക്ക് വേണ്ടേ? ഹരിയെ എനിക്ക് ഇഷ്ടമാണ്. ഹരിയെ വിവാഹം ചെയ്യാൻ വേണ്ടി ഭർത്താവുമായുള്ള ബന്ധം നിയമപരമായി വേർപെടുത്താൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ അതിനുവേണ്ടി മഹേഷിനെ ഒഴിവാക്കാൻ വയ്യ. സോറി ഡോക്ടർ. അവൾ അവരുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സുമതിക്കുട്ടിയമ്മ സ്തംഭിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഏക അവകാശിയും തന്നെ ജീവനത്തിന് സ്നേഹിക്കുന്നവനുമായ ഹരിയെ എങ്ങനെ അവൾക്ക് നിസ്സാര മട്ടിൽ കാണാൻ കഴിഞ്ഞു? അതിനേക്കാളൊക്കെ വലുതാണോ സ്വന്തം ഭർത്താവിന് അവിഹിത ബന്ധത്തിൽ പിറന്ന ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം? അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവർ ഫോണെടുത്ത് രമേശൻ നായരെ വിളിച്ചു വരുത്തി. എന്താ ചേച്ചി? കാര്യം മനസ്സിലാകാതെ അയാൾ ചോദിച്ചു. നിനക്കറിയാമല്ലോ രമേശ, ഞാൻ ജീവിക്കുന്നതും ഇത്രയധികം കഷ്ടപ്പെട്ട് ഈ ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോകുന്നതും എൻ്റെ ഹരിക്ക് വേണ്ടി മാത്രമാണ്. അവൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അവൻ്റെ മുഖം വാടുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കത്തില്ല. സുമതിക്കുട്ടിയമ്മയുടെ കണ്ണുകൾ നനഞ്ഞു. അതിനിപ്പോൾ എന്തുണ്ടായി ഇവിടെ? ഹരി ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിക്കുമെങ്കിൽ അത് ജ്യോതിയെ ആയിരിക്കും. അവളെ കിട്ടിയില്ലെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ അവിവാഹിതരായി കഴിയും. അതെനിക്കറിയാം. അതെ, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുതരം ഭ്രാന്തമായ സ്നേഹമാണ് അവന് അവളോട്. എനിക്കങ്ങനെ കുറ്റം പറയാനും പറ്റത്തില്ല. പ്രായം അതാണല്ലോ. പക്ഷേ അവൾക്ക് ഭ്രാന്തമായ സ്നേഹമൊന്നും അവനോടില്ല. ഹരിയേക്കാളും ഇഷ്ടം അവൾ വളർത്തുന്ന ആ കുട്ടിയെയാണ്. ജ്യോതിയുമായി നടന്ന സംഭാഷണത്തെക്കുറിച്ച് അയാളോട് സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. രമേശൻ നായർ ചിന്താധീനനായി. ഒരു വഴിയുണ്ട് ചേച്ചി, പെട്ടെന്ന് അയാൾ പറഞ്ഞു. എന്താണ്? അവരുടെ പ്രതീക്ഷ ഉണർന്നു. ഞാൻ ചെന്ന് ജ്യോതിയുടെ അമ്മയോട് സംസാരിക്കാം. അവരുടെ മകൾക്ക് ഒരു പുതിയ ജീവിതം കിട്ടുന്ന കാര്യമല്ലേ. ആ കുട്ടിയെ അവളിൽ നിന്ന് എങ്ങനെയെങ്കിലും അവർ വേർപ്പെടുത്തി തരും. രമേശൻ നായർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് സുമതിക്കുട്ടിയമ്മയ്ക്ക് തോന്നി. എങ്കിൽ നീ ചെന്ന് ഒന്ന് സംസാരിച്ചു നോക്ക്. അവർ അയാളെ പ്രോത്സാഹിപ്പിച്ചു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. സ്കൂളില്ലാത്തത് കാരണം പത്മാവതി അമ്മ വീട്ടിൽ കാണുമെന്ന് രമേശൻ നായർക്ക് അറിയാമായിരുന്നു. അയാൾ ജ്യോതിയുടെ വീട്ടിലേക്ക് ചെന്നു. പത്മാവതി ടീച്ചറും സീമയും വിവേകും ഉണ്ടായിരുന്നു അവിടെ. രമേശൻ നായരെ കണ്ട് 3 പേരും അല്പമൊന്ന് അമ്പരന്നു. എന്നെ ഇവിടെ ആരും പ്രതീക്ഷിച്ചു കാണത്തില്ലെന്നറിയാം. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് വന്നത്. ഇരുന്നാട്ടെ. പത്മാവതി അമ്മ ഉപചാരപൂർവ്വം അയാളെ സ്വീകരിച്ചു. സെറ്റിയിൽ അയാളിരുന്നു. നഴ്സിംഗ് ഹോമിൽ ജ്യോതി എന്തെങ്കിലും അബദ്ധം
പത്മാവതി അമ്മ സംശയിച്ചു. ഏയ് ഒന്നുമില്ല, മിടുക്കിയാണവൾ. ഒരാഴ്ച കൊണ്ട് അവൾ അവിടുത്തെ സകല ജോലികളും പഠിച്ചു. സുമതി ചേച്ചി അവളെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ഭാവിയിൽ നിയമിച്ചാൽ പോലും ഞാൻ അത്ഭുതപ്പെടുകയില്ല, അയാൾ പ്രശംസിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും അവളെ കൊണ്ടുള്ള എൻ്റെ ദുഃഖം ഒരിക്കലും അവസാനിക്കുകയില്ല സാറേ. പത്മാവതി അമ്മയുടെ സ്വരം ഇടറി. സീമയും വിവേകും നിശബ്ദരായി നിന്നതേയുള്ളൂ. അങ്ങനെ വിചാരിക്കരുത് ടീച്ചറെ. നല്ല കാലവും ചീത്തക്കാലവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറി മാറി വരും. ജ്യോതിയുടെ ചീത്തക്കാലം അധികം നാൾ നീണ്ടു നിൽക്കത്തില്ല. ജ്യോതി ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ലെങ്കിലേ. അറിയാമല്ലോ, ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു മർഡർ കേസിൽ അറസ്റ്റിലായി ജയിലിലാണ്. ചേച്ചിക്ക് ഇനി സന്തോഷകരമായ ഒരു മാരീഡ് ലൈഫ് ഉണ്ടാവുകയില്ല. പെട്ടെന്ന് സീമ സംഭാഷണത്തിൽ പങ്കുചേർന്നു. അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. രമേഷിനെ കോടതി കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചാൽ അയാളുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുകയില്ലേ നല്ലത്. അയാളെ കോടതി ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും ചേച്ചിക്ക് അയാളെ ഭർത്താവായി വേണ്ട. അക്കാര്യം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. വിവേകാണ് അത് പറഞ്ഞത്. അതാണ് ബുദ്ധി. ജ്യോതി സ്വതന്ത്രയായാൽ നല്ലൊരു വിവാഹബന്ധം അവൾക്ക് കിട്ടും. മുമ്പൊരിക്കൽ എൻ്റെ അനന്തരവൻ ഹരിക്ക് വേണ്ടി ജ്യോതിയെ ആലോചിച്ച് ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നത് നടന്നില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ഖേദമുണ്ട് ഇപ്പോഴും. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ എൻ്റെ മോൾ ഇങ്ങനെ കണ്ണീര് കുടിക്കേണ്ടി വരത്തില്ലായിരുന്നു. പത്മാവതി അമ്മ നേരിതിൻ്റെ കോന്തല കൊണ്ട് കണ്ണുകളൊപ്പി. ടീച്ചറെ, ഇനിയും സമയം വൈകിട്ടില്ല. ജ്യോതിയെ വിവാഹം ചെയ്യാൻ ഹരി ഒരുക്കമാണ്. ഞങ്ങൾക്കും പൂർണ്ണ സമ്മതവുമാണ്. സീമയും വിവേകും പത്മാവതി അമ്മയും വിശ്വസിക്കാനാവാതെ രമേശൻ നായർ നോക്കി. ചേച്ചി ഇക്കാര്യം ജ്യോതിയുമായി സംസാരിച്ചു. അവൾക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ ചെറിയൊരു തടസ്സമുണ്ട് ടീച്ചറെ. എന്ത് തടസ്സം? പെട്ടെന്ന് പത്മാവതി അമ്മ ചോദിച്ചു. രമേഷിൻ്റെ കുഞ്ഞ്. അതിപ്പോൾ ജ്യോതിയുടെ സംരക്ഷണയിലാണല്ലോ. കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കണമെന്ന് സുമതി ചേച്ചി അവളോട് പറഞ്ഞു. പക്ഷേ അവൾ അതിന് തയ്യാറല്ല. പത്മാവതി അമ്മ ഞെട്ടി. അങ്ങനെ പറഞ്ഞു അവൾ? ഉവ്വ്. മുൻ ഭർത്താവിൻ്റെ കുഞ്ഞുമായി അവൾ ഞങ്ങളുടെ വീട്ടിൽ ഹരിയുടെ വധുവായി വന്നു കയറിയാൽ ആളുകൾ പരിഹസിക്കില്ലേ? ചേച്ചി അതിന് സമ്മതിക്കുകയില്ല. വിവേകിൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് പുകഞ്ഞു. ഇത്രയും ദിവസം ക്ഷമിച്ചു ഞാൻ. ഇനി പറ്റില്ല. ആ ചെറുക്കനെ ഞാൻ കൊണ്ടുചെന്ന വല്ല ആറ്റിലോ റെയിൽ പാളത്തിലോ എറിയും. നീ ഒന്ന് അടങ്ങ് വിവേക്. ചേച്ചി വരട്ടെ, നമുക്ക് സംസാരിക്കാം. സീമ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കേ. ഇന്നിങ്ങ് വരട്ടെ. രണ്ടിലൊന്നും അറിയണം എനിക്ക്. അവൻ കോപത്തോടെ കൈകൾ രണ്ടും ചേർത്ത് ഉരസി. രമേശൻ നായർ പോകാനായി എഴുന്നേറ്റു. ഒരു കാര്യത്തിലും ധൃതി വയ്ക്കണ്ട. സമാധാനത്തോടെ ജ്യോതിയോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം. കുഞ്ഞിനെ അനാഥാലയത്തിൽ തിരിച്ചേൽപ്പിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഞങ്ങൾ അതുവരെ കാത്തിരിക്കാം. കൂടുതലൊന്നും സംസാരിക്കാതെ രമേശൻ നായർ യാത്ര പറഞ്ഞു പോയി. ചേച്ചിക്ക് ഇതിലും നല്ലൊരു കല്യാണാലോചന വേറെ വരില്ല. ഇത് എത്രയും വേഗം നടത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഹരികൃഷ്ണൻ ഈ പ്രൊപ്പോസൽ വച്ചത്. നമുക്കിത് നടത്തണം. വിവേക് ആവേശഭരിതനായി. ആ കുട്ടിയുടെ കാര്യം നമ്മൾ അവനെ എന്തു ചെയ്യും? ആർ സ്വീകരിക്കും? സീമയ്ക്ക് വേവലാതിയായി. ആരും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചോളാം. അവൻ്റെ കണ്ണുകളിൽ ആസുരമായൊരു തിളക്കം മിന്നി മറഞ്ഞു. മേശപ്പുറത്തെ ഫോൺ ബെല്ലടിച്ചപ്പോൾ ജ്യോതി കൈനീട്ടി റിസീവർ എടുത്തു. ഹലോ, ഇത് ഞാനാണ്, ഹരി. അവൾക്ക് ആശ്ചര്യം തോന്നി. ചെമ്പശ്ശേരി നഴ്സിംഗ് ഹോമിൽ ജോലിയിൽ ചേർന്ന് 2 ആഴ്ചയിലേറെയായിട്ടും ഹരി ഓഫീസിലേക്ക് വന്ന് കണ്ടിട്ടില്ല. വിളിച്ചിട്ടുമില്ല. ഇപ്പോൾ വിളിക്കുന്നത് എന്തിനാണെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഡോക്ടർ സുമതികുട്ടിയമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. എന്താ ഹരി, ഉച്ച കഴിഞ്ഞ് അല്പം നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാമോ? എനിക്കൊന്ന് കാണണം, സംസാരിക്കാനുണ്ട്. അവളൊന്ന് ആലോചിച്ചു. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെ? ഇഷ്ടം പോലെ ജോലിയുണ്ട്. തന്നെയുമല്ല, അനുവാദമില്ലാതെ. ഞാൻ കുഞ്ഞമ്മാവനോട് സംസാരിച്ചിട്ടുണ്ട്. 3 മണിയാകുമ്പോൾ ചെന്ന് ഒന്ന് കണ്ടാൽ മതി. ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ എൻ്റെ കാർ ഉണ്ടാകും. വന്ന് കയറണം. കൂടുതലൊന്നും ചോദിക്കാൻ അവസരം കൊടുക്കാതെ ഹരികൃഷ്ണൻ ഫോൺ വെച്ചു. അവൾ വാച്ചിൽ നോക്കി. മണി 12:30. 1 മണിയായപ്പോൾ അവൾ ഉറങ്ങി ഊണ് കഴിച്ചു. രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ സീമ അവളുടെ ബാഗിൽ ടിഫിൻ എടുത്തു വയ്ക്കും. ഊണ് കഴിഞ്ഞ് വിശ്രമിക്കാതെ അവൾ കുറേ ബില്ലുകൾ തയ്യാറാക്കി. അന്നുവരെയുള്ള അക്കൗണ്ടുകൾ കൃത്യമാക്കി വെച്ചു. 3 മണിയായപ്പോൾ അവൾ എഴുന്നേറ്റ് രമേശ് നായരുടെ മുറിയിലേക്ക് ചെന്നു. അയാൾ അവളെ കണ്ട് പുഞ്ചിരിച്ചു. ജ്യോതി വന്നത് എന്തിനാണെന്ന് മനസ്സിലായി. ഹരി പറഞ്ഞിരുന്നു. പോയിക്കോളൂ. അയാൾ അനുവാദം കൊടുത്തു. കുഞ്ഞമ്മാവ്, ഞാൻ തെറ്റൊന്നുമില്ല. നിങ്ങൾ പഴയ ക്ലാസ്മേറ്റ്സ് അല്ലേ? ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. എല്ലാം നിൻ്റെ നന്മയ്ക്കാണ് മോളെ. അക്കാര്യം ഓർമ്മ വേണം. ഒന്നും പറയാതെ അവൾ അയാളുടെ മുറിയിൽ നിന്നിറങ്ങി. സ്വന്തം സീറ്റിൽ വന്ന് ഭാഗമെടുത്ത് അവൾ വെളിയിലേക്ക് നടന്നു. ഹരികൃഷ്ണൻ്റെ കാർ കുറച്ചപ്പുറത്ത് മാറി മറ്റു കാറുകൾക്കിടയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് ചെന്നു. അവളെ കണ്ട് അവൻ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. കാറിലേക്ക് കയറുമ്പോഴാണ് ബാക്ക് സീറ്റിലുണ്ടായിരുന്ന അഭിഷേകിനെയും സത്യനെയും അവൾ കണ്ടത്. പുതിയ ജോലി എങ്ങനെയുണ്ട് ജ്യോതി? തമാശ മട്ടിൽ സത്യം ചോദിച്ചു. തുടങ്ങിയതല്ലേ ഉള്ളൂ, പറയാറായിട്ടില്ല. അവൾ ചിരിച്ചു. ആദ്യം കുറച്ച് പാടുപെടേണ്ടി വരും. പരിചയമാകുമ്പോൾ എല്ലാം എളുപ്പമാകും, അഭിഷേക് പറഞ്ഞു. അവർ എല്ലാവരും ചിരിച്ചു. കോളേജിലെ ആ പഴയ സൗഹൃദം തിരിച്ചു കിട്ടിയതുപോലെ എല്ലാവർക്കും തോന്നി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഹരികൃഷ്ണൻ ചോദിച്ചു. കോളേജിലേക്ക്. അതാണ് നല്ലത്, സത്യം നിർദ്ദേശിച്ചു. ഹരി കാർ മുമ്പോട്ടെടുത്തു.
ജ്യോതി അവനൊന്ന് നോക്കി. എന്താണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞത്? അവൾ ആരാഞ്ഞു. കാറിൽ വെച്ച് വേണ്ട, കോളേജിൽ ചെല്ലട്ടെ. കോളേജ് ക്യാമ്പസിൽ എത്തുന്നതുവരെ ആരും ഒന്നും മിണ്ടിയില്ല. അവർ പതിവായി സന്ധിക്കാറുണ്ടായിരുന്ന മഹാഗണി മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് കാർ നിന്നു. 4 പേരും പുറത്തേക്കിറങ്ങി. ഇനി പറ, എന്താണ് സംസാരിക്കാനുള്ളത്? ജ്യോതി വീണ്ടും ചോദിച്ചു. നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു തീരുമാനത്തിലെത്തണം. ഇനി വൈകിക്കേണ്ട, ശാന്തസ്വരത്തിൽ ഹരികൃഷ്ണൻ പറഞ്ഞു. നമ്മൾ അതേക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടല്ലോ ഹരി, അവൾ ഓർമ്മിപ്പിച്ചു. ഇത്തവണ സത്യൻ അവരുടെ സംഭാഷണത്തിൽ ഇടപെട്ടു. സംസാരിച്ചാൽ മാത്രം പോരാ ജ്യോതി, പ്രവൃത്തി തുടങ്ങാൻ സമയമായി. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വക്കീലിനെ കണ്ട് ഡൈവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ്. നാളെ തന്നെ നമ്മൾ ഒരു വക്കീലിനെ കാണാൻ പോകുന്നു. ജ്യോതി മുഖം തിരിച്ച് ഹരിയൊന്ന് നോക്കി. ഹരിയുടെ അമ്മ എന്നെ വിളിപ്പിച്ച് സംസാരിച്ചിരുന്നു. അക്കാര്യം പറഞ്ഞില്ലേ? ഉവ്വ്. മഹേഷിൻ്റെ കാര്യമല്ലേ? എനിക്ക് വിരോധമില്ല ജ്യോതി അവനെ വളർത്തുന്നതിൽ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. വിശ്വാസം വരാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സുലോചന ചേച്ചിക്കും ശശാങ്ക ചേട്ടനും അവനെ വേണ്ട. അവൻ്റെ അച്ഛൻ രമേഷ് ദീർഘകാലം ജയിലിലുമായിരിക്കും. പിന്നെ അവനാരുണ്ട്? അവനെ നമ്മൾ വളർത്തുന്ന ജ്യോതി, ഹരികൃഷ്ണൻ വീണ്ടും ഉറപ്പ് കൊടുത്തു. പെട്ടെന്ന് ജ്യോതിയുടെ കണ്ണുകൾ നിറഞ്ഞു. മതി, ഇനി എന്തിനും എനിക്ക് സമ്മതമാണ്. നാളെ തന്നെ ചെന്ന് വക്കീലിനെ കാണാം, അവൾ പറഞ്ഞു. എങ്കിൽ പിന്നെ ഇനി സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് പോകാം. അഡ്വക്കേറ്റ് ആനന്ദിനെ എനിക്ക് പരിചയമുണ്ട്. കേസ് അദ്ദേഹത്തെ ഏൽപ്പിക്കാം. അഭിഷേക് മുന്നോട്ട് വന്നു. അവർ വീണ്ടും കാറിൽ കയറി. മഹേഷിനെ വിളിച്ചുകൊണ്ടല്ലേ ജ്യോതി വീട്ടിലേക്ക് പോകുന്നത്? ഹരികൃഷ്ണൻ ചോദിച്ചു. അതെ. കൃഷിയിലേക്കാണ് കാർ പോയത്. അവർ ചെന്നപ്പോൾ മഹേഷും ആയയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാറിൽ നിന്നിറങ്ങിയ ജ്യോതിയെ കണ്ട് അവൻ ഓടി വന്നു. അവൾ അവനെ വാരിയെടുത്ത് ഉമ്മ വച്ചു. മഹേഷ്, ഈ അങ്കിളിനെ മറന്നോ? അഭിഷേക് ചോദിച്ചു. അവൻ അഭിഷേകിൻ്റെ നേരെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു. വാമോനെ, അഭിഷേക് 2 കൈ നീട്ടി. അവൻ ജ്യോതിയുടെ കൈകളിൽ നിന്ന് ചാടിയിറങ്ങി അഭിഷേകിൻ്റെ അടുത്തേക്ക് ചെന്നു. ഹരികൃഷ്ണൻ അത് കൗതുകത്തോടെ നോക്കി നിന്നു. സത്യനെയും അഭിയെയും മഹേഷിന് നല്ല പരിചയമാണെന്ന് തോന്നുന്നല്ലോ, അവൻ പറഞ്ഞു. ജ്യോതി ചിരിച്ചു. അവളെയും മഹേഷിനെയും വീട്ടിൽ കൊണ്ട് ചെന്ന് വിട്ടിട്ടാണ് അവർ മടങ്ങിയത്. നിന്റെ അമ്മയുടെ അതൃപ്തിയെ അവഗണിച്ച് നീ ജ്യോതിയെ കല്യാണം കഴിക്കുന്നത് ശരിയാകുമോടോ? കാറിൽ വെച്ച് സത്യൻ ചോദിച്ചു. കല്യാണം കഴിഞ്ഞാൽ അമ്മയുടെ അതൃപ്തിയൊക്കെ മാറും, ഹരി ആശ്വസിച്ചു. പക്ഷേ അവൾ മഹേഷിനെ കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല, അഭിഷേക് മനസ്സ് തുറന്നു. വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ, ഹരികൃഷ്ണൻ നിസ്സഹായതയോടെ സമ്മതിച്ചു. സത്യനും അഭിഷേകും പരസ്പരം ഒന്ന് നോക്കി. പിറ്റേന്ന് അഡ്വക്കേറ്റ് ആനന്ദിൻ്റെ ഓഫീസിലേക്ക് ഹരികൃഷ്ണനും അഭിഷേകും സത്യനുമൊത്ത് ജ്യോതി പോയി. അവൾ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു. രമേഷ് ക്രിമിനൽ കേസിൽ പ്രതിയായതിനാൽ ഡൈവേഴ്സ് കിട്ടാൻ വലിയ പ്രയാസം വരില്ല, വക്കീൽ അവളെ സമാധാനിപ്പിച്ചു. ജ്യോതിയെ ഹരി തന്നെ നേഴ്സിംഗ് ഹോമിൽ കൊണ്ടുചെന്ന് വിട്ടു. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ് അവൾക്കൊരു ഫോൺ കോൾ വന്നു. ജ്യോതി മാഡമല്ലേ? ഒരു സ്ത്രീസ്വരം ചോദിച്ചു. അതെ. കൃഷിയിൽ നിന്ന് കമലയാണ് വിളിക്കുന്നത്. മാഡം എത്രയും വേഗം ഇങ്ങോട്ടൊന്ന് വരണം. പരിഭ്രമം കലർന്നിരുന്നു അവരുടെ സ്വരത്തിൽ. എന്താ കമലേ? മഹേഷ് മോനെ കാണാനില്ല. ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയ ശേഷം 2 മണിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞില്ല. എൻ്റെ ഈശ്വര, നിങ്ങൾ അവിടെയൊക്കെ നോക്കിയില്ലേ? ഭയത്തോടെ ജ്യോതി ചോദിച്ചു. ഉവ്വ്. കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ട് പോയതാണെന്നാ ഞങ്ങൾക്ക് തോന്നുന്നേ. ഒരു കാർ വന്നു പോകുന്ന ശബ്ദം കേട്ടായിരുന്നു. ജ്യോതി ഞെട്ടലോടെ ഇരുന്നു. ഓട്ടോറിക്ഷ ചെന്ന് കൃഷിൻ്റെ മുമ്പിൽ നിന്നു. 1 മിനിറ്റ്, ഞാനിപ്പം വരാം, ജ്യോതി ഡ്രൈവറോട് പറഞ്ഞിട്ട് വെപ്രാളത്തോടെ വണ്ടിയിൽ നിന്നിറങ്ങി കൃഷിയിലേക്ക് കയറി ചെന്നു. പരിഭ്രമത്തോടെ ചന്ദ്രമതിയും കമലയും അകത്തിരിക്കുന്നുണ്ടായിരുന്നു. ജ്യോതിയെ കണ്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. എൻ്റെ കുഞ്ഞെവിടെ? എനിക്കിപ്പോൾ എൻ്റെ മോനെ കിട്ടണം, ജ്യോതി അലറും പോലെ പറഞ്ഞു. മോളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കുഞ്ഞുങ്ങൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പം ഞാൻ ബാങ്കിലേക്കൊന്ന് പോയി. തിരിച്ചു വന്നപ്പോഴാണ് മഹേഷ് മോനെ കാണാനില്ല, ചന്ദ്രമതി വ്യസനത്തോടെ പറഞ്ഞു. ഈ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ മോൻ എവിടെ പോയെന്ന് ഇവർ കണ്ടില്ലേ? കമലയുടെ നേർക്ക് ജ്യോതി കൈ ചൂണ്ടി. ഞാനും ഒന്ന് മയങ്ങിപ്പോയി മോളെ. കുറ്റബോധം കൊണ്ട് കമലയുടെ തല കുനിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കേണ്ടതിന് പകരം നിങ്ങൾ ഉറങ്ങി അല്ലേ? ജ്യോതി അവരെ പിടിച്ചുലച്ചു. 2 പേരെയും ഞാൻ വെറുതെ വിടത്തില്ല, നോക്കിക്കോ. കിതച്ചുകൊണ്ട് ജ്യോതി ഒരു നിമിഷം കൂടി നിന്നു. പിന്നെ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് കുതിച്ചു. ആരാവും മഹേഷ് മോനെ കൊണ്ടുപോയത്? ജ്യോതിയുടെ മിഴികളിലൊരു പിടച്ചിലുണ്ടായി. മഹേഷിനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, ഹരികൃഷ്ണൻ. കല്യാണം കഴിഞ്ഞാലും താൻ മഹേഷിനെ വളർത്തുന്നതിൽ വിരോധമൊന്നുമില്ലെന്ന് അവൻ പറഞ്ഞത് വെറും അഭിനയമായിരുന്നു. സത്യൻ്റെയും അഭിഷേകിൻ്റെയും സഹായത്തോടെ അവനാണ് മഹേഷിനെ തട്ടിക്കൊണ്ടുപോയത്. ജ്യോതിയുടെ മുഖം കനത്തു. ഹരി, പല്ലുകൾ ഞെരിഞ്ഞു. HBO-യിൽ ഒരു സിനിമ കാണുകയായിരുന്നു ഹരികൃഷ്ണൻ. അപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. TV ഓഫ് ചെയ്ത് ഹരികൃഷ്ണൻ എണീറ്റു. വാതിൽ തുറന്ന ഹരികൃഷ്ണൻ അമ്പരന്ന് പോയി. മുന്നിൽ ജ്യോതി. അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അതിഥി. ജ്യോതി, ആശ്ചര്യത്തോടെ അവൻ അവളെ നോക്കി. എൻ്റെ മഹേഷിനെ എവിടെയാണ് കൊണ്ടുചെന്ന് ഒളിപ്പിച്ചിരിക്കുന്നത്? ഗൗരവഭാവത്തിൽ അവൾ ചോദിച്ചു. ഹരികൃഷ്ണന് ഒന്നും മനസ്സിലായില്ല. എന്താ ജ്യോതി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനത്ര മണ്ടിയൊന്നുമല്ല ഹരി. നിങ്ങളുടെയൊക്കെ കണ്ണിലെ കരടാണ് എൻ്റെ മഹേഷ്. കൃഷി ചെന്ന് സത്യൻ്റെയും അഭിഷേകിൻ്റെയും സഹായത്തോടെ നിങ്ങൾ അവനെ തട്ടിക്കൊണ്ടു പോയില്ലേ? അവനെ എവിടെയാണ് കൊണ്ടുചെന്ന് കളഞ്ഞത്?
എനിക്കതറിയണം. ഹരികൃഷ്ണൻ ഞെട്ടി. മഹേഷിനെ കാണാനില്ലെന്നോ? അതും ഞാൻ പിടിച്ചുകൊണ്ട് പോയെന്നോ? ജ്യോതി എന്തായി പറയുന്നത്? ഒരിക്കലും ഞാനങ്ങനെ ചെയ്യുകയില്ല. അവൻ നിരപരാധിത്വം വെളിപ്പെടുത്താൻ ശ്രമിച്ചു. ഞാനത് വിശ്വസിക്കുകയില്ല. നിങ്ങളാണ് അവൻ്റെ ശത്രു. നിങ്ങൾ മാത്രമേ അത് ചെയ്യൂ. എൻ്റെ കുട്ടിയെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ജ്യോതി വീറോടെ ഹരികൃഷ്ണനെ നോക്കി. നിസ്സഹായതയോടെ ഹരികൃഷ്ണൻ നിന്നു. ജ്യോതിയെ വിശ്വസിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് സുമതികുട്ടിയമ്മയുടെ കാർ അകത്തേക്ക് കയറി വന്നു. കാറിൽ നിന്നിറങ്ങിയ അവർ ജ്യോതിയെ കണ്ട് അമ്പരന്നു. എന്താ ജ്യോതി? അവർ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. എൻ്റെ മഹേഷിനെ ഡോക്ടറുടെ മോൻ തട്ടിക്കൊണ്ടുപോയി. എനിക്ക് എൻ്റെ കുട്ടിയെ കിട്ടണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സുമതികുട്ടിയമ്മ ഒന്ന് ഞെട്ടി. അവർ പകപ്പോടെ ഹരികൃഷ്ണനെ നോക്കി. നേരാണോ ഹരി? നീ അങ്ങനെ വല്ല മണ്ടത്തരവും ചെയ്തോ? ഇല്ലമ്മേ, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാണത്. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, സത്യം. ഹരികൃഷ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സുമതികുട്ടിയമ്മയ്ക്ക് അത് പൂർണ്ണ വിശ്വാസമായി. കേട്ടില്ല ജ്യോതി, ഹരി അങ്ങനെ ചെയ്തിട്ടില്ല. വേറെ ആരുമാണ് ഇതിൻ്റെ പിന്നിൽ. അന്വേഷിച്ചാൽ ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും. ജ്യോതി ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ഞാനിപ്പോൾ പോകുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഹരിയാണ് പ്രവർത്തിച്ചതെന്ന് ഞാൻ അറിയാനിട വന്നാൽ പിന്നെ ഹരി, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉറച്ച സ്വരമായിരുന്നു അവളുടേത്. പെരുന്നയിലെ വീട്ടിലേക്കാണ് ജ്യോതി എത്തിയത്. പൂമുഖത്ത് സീമയുണ്ടായിരുന്നു. ചേച്ചി, മഹേഷ് എവിടെ? കളവ് പോയി. പാതി പരിഹാസത്തോടെ ജ്യോതി പറഞ്ഞു. എന്താ ചേച്ചി പറയുന്നത്? നടന്ന കാര്യങ്ങളെല്ലാം ജ്യോതി അവളോട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചി? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സീമ ചോദിച്ചു. എനിക്കറിയില്ല മോളെ. തളർച്ചയോടെ അവൾ ചെന്ന് കട്ടിലിലേക്ക് കിടന്നു. അപ്പോഴാണ് ബൈക്കിൻ്റെ ശബ്ദം കേട്ടത്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ജ്യോതി ചാടി പിഴഞ്ഞെഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് പാഞ്ഞു ചെന്നു. നോക്കിയപ്പോൾ വിവേകാണ്. വിവേക്, നില്ല്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അവൾ പറഞ്ഞു. എന്താ ചേച്ചി? നീ ഇന്ന് ക്രഷിൽ ചെന്ന് ആരും കാണാതെ മഹേഷിനെ കൊണ്ടുപോയോ? ഇല്ല. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ചേച്ചി, ഹരികൃഷ്ണൻ കല്യാണം കഴിക്കുന്നതിൽ ഒരേ ഒരു തടസ്സം മഹേഷാണ്. അക്കാര്യം നിനക്കറിയാം. അവനെ ഒഴിവാക്കാൻ വഴിയുണ്ടെന്ന് നീ തന്നെയാണ് എന്നോട് പറഞ്ഞത്. പറ, മഹേഷിനെ നീ എന്ത് ചെയ്തു? അവൾ വീണ്ടും ചോദിച്ചു. അവനെ തട്ടിക്കൊണ്ടു പോകണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ അതിനു മാത്രമുള്ള സെറ്റപ്പൊന്നും എനിക്കില്ല. വിവേക് അകത്തേക്ക് കയറിപ്പോയി. ജ്യോതി വന്നുപോയ പിറകെ സുഹൃത്തുക്കളെയും കൂട്ടി ഹരികൃഷ്ണൻ മഹേഷ് മോനെ തെരഞ്ഞ് ഇറങ്ങിയിരുന്നു. ജ്യോതിക്ക് എന്നെയാണ് സംശയം. കാർ ഓടിക്കുന്നതിനിടയിൽ ഹരികൃഷ്ണൻ സത്യനെ നോക്കി. അവൾ നിന്നെ സംശയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവളെ സംബന്ധിച്ചിടത്തോളം മഹേഷാണ് ഇപ്പോൾ നിന്റെ കണ്ണിലെ കരട്. സത്യൻ അവളെ ന്യായീകരിച്ചു. മാത്രമല്ല, നമ്മൾ 3 പേരും മഹേഷുമായി നല്ല അടുപ്പത്തിലാണെന്നും അവൾക്കറിയാം. അപ്പോൾ അവനെ കടത്തിക്കൊണ്ടു പോകുന്നത് നമുക്ക് ഈസിയാണെന്നും അവൾക്ക് തോന്നിക്കാണും, അഭിഷേക് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലടാ. ഹരികൃഷ്ണൻ അവൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി. എന്തായാലും ആനന്ദ് ജിയൊന്ന് കാണാം. ഇനി മഹേഷ് എവിടെയെങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിലോ? അഭയനികേതൻ്റെ മുറ്റത്ത് ചെന്നാണ് കാർ നിന്നത്. കുറേ കുട്ടികൾ അവിടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ഹരികൃഷ്ണൻ്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ അവർക്കിടയിൽ പരതി. ഇല്ല, മഹേഷ് ആ കൂട്ടത്തിലില്ല. ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ഹരിയെയും കൂട്ടുകാരെയും കണ്ട് ഇരിക്കെ എന്ന് അദ്ദേഹം കൈയെടുത്ത് ആംഗ്യം കാട്ടി. എതിർവശത്തുള്ള കസേരകളിൽ അവർ ഇരുന്നു. ഒടുവിൽ റിസീവർ വെച്ചിട്ട് ഗൗരവഭാവത്തിൽ അദ്ദേഹം അവരെ നോക്കി. മഹേഷിനെ അന്വേഷിച്ചെത്തിയതാണോ അതോ അവൻ എവിടെയുണ്ടെന്ന് പറയാൻ വന്നതാണോ 3 പേരും? ആനന്ദ്ജിയുടെ ചോദ്യം കേട്ട് അവർ ഞെട്ടി. അങ്ങ് എങ്ങനെയാണ് കരി അറിഞ്ഞത്? ഹരികൃഷ്ണൻ ചോദിച്ചു. രാവിലെ ജ്യോതി ഇവിടെ വന്നിരുന്നു. കുറേ കരഞ്ഞിട്ടാണ് പാവം പോയത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്കൊന്നും അറിയില്ല. ജ്യോതി വന്ന് പറയുമ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത് തന്നെ. വേറെ എത്രയോ കുഞ്ഞുങ്ങൾ ക്രഷിലുണ്ടായിരുന്നു. മഹേഷിനെ മാത്രം തട്ടിക്കൊണ്ടുപോകാൻ മാത്രം ആരാണുള്ളത്? അവൻ സ്വയം എന്ന പോലെ ചോദിച്ചു. ഹരികൃഷ്ണൻ്റെയും ജ്യോതിയുടെയും വിവാഹം നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ. ഹരികൃഷ്ണനും സത്യനും അഭിഷേകും പരസ്പരം നോക്കി. രമേശൻ നായരെക്കുറിച്ച് എന്താണ് ഹരിയുടെ അഭിപ്രായം? പെട്ടെന്ന് ആനന്ദ് ചോദിച്ചു. ഇല്ല, ഒരിക്കലും കുഞ്ഞമ്മാവൻ അത്തരം പ്രവൃത്തികൾ ചെയ്യുകയില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, അവൻ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം. ഹരികൃഷ്ണൻ മെല്ലെ തലകുലുക്കി. അതെ, പോലീസ് അന്വേഷിക്കട്ടെ. മഹേഷിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. അത് വെച്ച് ഒരു പരസ്യവും കൊടുക്കാം. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കത്തില്ല. മേശപ്പുറത്തിരുന്ന ഫയലിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് അദ്ദേഹം ഹരികൃഷ്ണന് കൊടുത്തു. സ്ഥലം സബ് ഇൻസ്പെക്ടർക്കുള്ള പരാതിയായിരുന്നു അത്. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ. നിങ്ങളിത് കൊണ്ടുചെന്ന് കൊടുക്ക്. 3 പേര് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ തന്നെ പോയി. ഡൽഹിയിൽ നിന്നുള്ള കേരള എക്സ്പ്രസ് 1 മണിക്കൂർ ലേറ്റായിട്ടാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ബാഗുകളുമായി സുലോചനയും ശശാങ്കൻ ഇറങ്ങി. രാമപുരത്തിന് എങ്ങനെ പോകുന്നു നമ്മൾ? അവൾ ചോദിച്ചു. ടാക്സി വിളിക്കാം. അവർ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നു. നമ്മൾ പോയിട്ട് 1 മാസമേ ആയുള്ളൂ എന്ന് വിശ്വസിക്കാൻ വയ്യ. 1 കൊല്ലം കഴിഞ്ഞതുപോലെ. പടികൾ കയറുന്നതിനിടയിൽ സുലോചന പറഞ്ഞു. ലീവ് നീട്ടാമായിരുന്നു. എല്ലാം മറന്ന് ഒരു ടെൻഷനും ഇല്ലാതെ. അതിനെന്താ, ഇനിയും നമുക്ക് പോകാമല്ലോ, അയാൾ ആശ്വസിപ്പിച്ചു. മുന്നിൽ കിടന്ന ടാക്സിയിൽ 2 പേരും കയറി. രാമപുരത്ത് പോകണം, ഡ്രൈവറോട് ശശാങ്കൻ പറഞ്ഞു. വണ്ടി മുന്നോട്ട് നീങ്ങി.
രമേഷിൻ്റെ കാര്യം എന്തായെന്ന് ഒരു പിടിയുമില്ലല്ലോ. സുലോചന ഓർത്തു. അവൻ ജയിലിലായിരിക്കും. ആര് ജാമ്യത്തിൽ ഇറക്കാനാ? നമ്മളോട് ദേഷ്യം കാണും. സാരമില്ല, തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം. എന്തായാലും നാളെ ഒരു വക്കീലിനെ കാണണം. ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം, ശശാങ്കൻ പറഞ്ഞു. അവൻ്റെ കുഞ്ഞിൻ്റെ കാര്യമോ? അഭയനികേതനിൽ ചെന്ന് അവനെ തിരിച്ചു മേടിക്കാം. എൻ്റെ മനസ്സ് അങ്ങനെയാ ഇപ്പോൾ പറയുന്നത്. അവൻ നമ്മുടെ മകനായി വളരേണ്ടവനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? രണ്ടുപേരും അല്പനേരത്തേക്ക് ഒന്നും സംസാരിച്ചില്ല. വീടിപ്പോൾ കാട് പിടിച്ച് കിടക്കുകയായിരിക്കും. കരിയിലയും വീണ് പുല്ലും വളർന്ന്. സുലോചന പരിതപിച്ചു. സാരമില്ല, ആരെയെങ്കിലും വിളിപ്പിച്ച് എല്ലാം വൃത്തിയാക്കിക്കാം. വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ ചെന്ന് കാർ നിന്നു. അവർ വണ്ടിയിൽ നിന്നിറങ്ങി. ശശാങ്കൻ ടാക്സിക്കൂലി കൊടുത്തിട്ട് ഗേറ്റിൻ്റെ പൂട്ട് തുറക്കാനായി താക്കോലെടുത്തു. ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ട് അയാൾ ഞെട്ടി. വീട്ടിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ സുലോചനെ. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്. മുറ്റമടിച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. ജനാലകൾ തുറന്നു കിടക്കുന്നു. രണ്ടുപേരും പരിഭ്രമത്തോടെ അകത്തേക്ക് കയറി ചെന്നു. ടി വിയിൽ നിന്ന് ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ ശശാങ്കൻ കോളിംഗ് ബെല്ലടിച്ചു. ഉടൻ തന്നെ വാതിൽ തുറക്കപ്പെട്ടു. നെറ്റി ധരിച്ച സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയാണ് വന്നത്. ആരാ? അവൾ ചോദിച്ചു. ശശാങ്കനും സുലോചനയും അവളെ പകച്ചു നോക്കി. ഇതെൻ്റെ വീടാണ്. നീ ഇവിടെ അതിക്രമിച്ച് കിടന്ന് താമസിച്ചിട്ട് ഞാൻ ആരാണെന്ന് എന്നോട് ചോദിക്കുന്നോ? ശശാങ്കൻ്റെ വാക്കുകളിൽ കോപം പതഞ്ഞുയർന്നു. നീ ആരാടി? നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? സുലോചനയും ശബ്ദമുയർത്തി. കാര്യം അത്ര പന്തിയല്ലെന്ന് ചെറുപ്പക്കാരിക്ക് തോന്നി. രമേശേട്ടാ! പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവൾ ഉച്ചത്തിൽ വിളിച്ചു. സുലോചനയും ശശാങ്കനും പരസ്പരം ഒന്ന് നോക്കി. എന്താ കാർത്തികേ? ബാത്റൂമിൽ നിന്ന് രമേശ് വിളിച്ചു ചോദിച്ചു. വേഗം ഇങ്ങോട്ട് വന്നേ. കുളി കഴിഞ്ഞ് ടവൽ കൊണ്ട് ദേഹം തുളച്ച് രമേശ് ബാത്റൂമിൽ നിന്നിറങ്ങി മുൻവശത്തെ മുറിയിലേക്ക് വന്നു. സുലോചനയെയും ശശാങ്കനെയും കണ്ട് അയാൾ അത്ഭുതഭാവത്തിൽ നോക്കി. അല്ല, തീർത്ഥാടനം കഴിഞ്ഞ് പെങ്ങളും അളിയനും തിരിച്ചെത്തിയോ? യാത്രയ്ക്ക് സുഖമായിരുന്നോ? പരിഹാസത്തോടെ അയാൾ ചോദിച്ചു. സുലോചന അയാളുടെ അടുത്തേക്ക് ചെന്നു. നിനക്ക് ജാമ്യം കിട്ടിയോ രമേശേ? അവൾ ചോദിച്ചു. കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കുമോ? ഒരേയൊരു ആങ്ങളെയാണ് ഞാൻ. എനിക്കൊരു ആപത്ത് വന്നപ്പോൾ ഭർത്താവ് മൊത്തം നിങ്ങൾ നാടുവിട്ടു, തീർത്ഥാടനം എന്ന പേരിൽ. കുറ്റപ്പെടുത്തുന്ന മട്ടിൽ രമേശ് അവളെ നോക്കി. ആപത്ത് നീ സ്വയം വരുത്തി വെച്ചതല്ലേ? കൊലപാതക കേസിൽ പ്രതിയായത് മാത്രമല്ല, ആ പാവം ജ്യോതിയെ കൊലപ്പെടുത്താനും ശ്രമിച്ചില്ലേ നീ? എന്നിട്ടും ഞങ്ങൾ വന്ന് നിന്നെ ജാമ്യത്തിൽ ഇറക്കണമെന്നായിരുന്നു അല്ലേ? പരുഷസ്വരത്തിൽ ശശാങ്കൻ ചോദിച്ചു. കൂടപ്പിറപ്പിനോട് സ്നേഹമുള്ളവർ എന്ത് തെറ്റും പൊറുക്കും, ഏതാപത്തിലും ഒപ്പം നിൽക്കും. അവരുടെ വാദപ്രതിവാദം കേട്ട് നിശബ്ദയായി നിന്നതേയുള്ളൂ കാർത്തിക. ആരാണിവൾ? പെട്ടെന്ന് സുലോചന ചോദിച്ചു. വാടക കൊലയാളികളെ ഉപയോഗിച്ച് ഞാൻ കൊലപ്പെടുത്തിയെന്ന് പോലീസുകാർ പറയുന്ന സുഭാഷിൻ്റെ അഞ്ചെത്തിയാണിവൾ. കാർത്തിക, ഇവൾക്കിനി ആരുമില്ല. അതുകൊണ്ട് ഇവളെ ഞാനിങ്ങെടുത്തു. രമേശ് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശശാങ്കനും സുലോചനയ്ക്കും. നേരാണോ ഇവ പറയുന്നത്? വിശ്വാസം വരാതെ സുലോചന അവളോട് ചോദിച്ചു. അതെ ചേച്ചി, എന്നെ അനാഥയാക്കിയത് രമേശേട്ടനാണ്. എൻ്റെ ചേട്ടൻ പോയി, അമ്മയും മരിച്ചു. എനിക്കിനി ലോകത്ത് വേറെ ആരുമില്ല. നിനക്ക് ഞാനുണ്ടെന്ന് രമേശേട്ടൻ പറഞ്ഞപ്പോൾ. കാർത്തിക മുഖം കുനിച്ചു. രണ്ടുപേരും ചെന്ന് വിശ്രമിക്ക്. നീണ്ട യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. എനിക്ക് വേറെയും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പിന്നെ മതി, രമേശ് പറഞ്ഞു. ശശാങ്കനും സുലോചനയും ബാഗുകളുമായി അവരുടെ മുറിയിലേക്ക് ചെന്നു. അവരുടെ കട്ടിലിൽ അപ്പോൾ മഹേഷ് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. സുലോചന അവനെ വാരിയെടുത്ത് കവളിൽ ഉമ്മ വെച്ചു. പെട്ടെന്ന് രമേശ് അകത്തേക്ക് വന്നു. അമ്പരന്ന് അവർ പരസ്പരം നോക്കി. എൻ്റെ മോൻ നിങ്ങളുടെ സംരക്ഷണയിലായിരുന്നില്ലേ? അവനെ എവിടെയാണ് കൊണ്ടുചെന്ന് കളഞ്ഞത്? ഇടിവെട്ടും പോലെയുള്ള ചോദ്യം കേട്ട് രണ്ടുപേരും ഞെട്ടി. അയാളുടെ ഭാവം കണ്ടപ്പോൾ അവർ നടുങ്ങി. എന്തൊക്കെയായാലും അവൻ എൻ്റെ രക്തത്തിൽ പിറന്നവനാണ്. എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ തേടിപ്പിടിച്ച് കൊണ്ടുവന്നതാ. ഇനി അവനെ നഷ്ടപ്പെടുത്തിയാൽ. ഭീഷണിയുടെ മുനയ്ക്ക് നല്ല മൂർച്ചയുണ്ടായിരുന്നു. ശശാങ്കൻ്റെ നട്ടെല്ലിനുള്ളിലൂടെ ഭയത്തിൻ്റെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഇനിയും ഞാൻ ജയിലിൽ പോയെന്നിരിക്കും. പക്ഷേ കാർത്തിക ഇവിടെ തന്നെ താമസിക്കും. ഇവളാണ് ഇനി എൻ്റെ ഭാര്യ. ഇവളായിരിക്കും എൻ്റെ സ്വത്തിൻ്റെ അവകാശി. ഉറച്ചതായിരുന്നു രമേഷിൻ്റെ സ്വരം. അപ്പോൾ ജ്യോതി? സംശയത്തോടെ സുലോചന അയാളെ നോക്കി. അവൾ ഇനി എനിക്ക് ആരുമല്ല. അവൾ എന്നെ ഒറ്റിക്കൊടുത്തവളാണ്. അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുക്കും, അധികം വൈകാതെ. ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിൻ്റെ മുറ്റത്തേക്ക് ഹരികൃഷ്ണൻ്റെ കാർ ഇരച്ചു വന്നു നിന്നു. കാറിൻ്റെ ഡോർ തുറന്ന് അവൻ തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി. ഹോസ്പിറ്റലിൻ്റെ ഓഫീസിലേക്കാണ് അവൻ പോയത്. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ജ്യോതി ഉണ്ടായിരുന്നു. അവൾ മ്ലാനവദനയായിരുന്നു. ജ്യോതി? ഹരികൃഷ്ണൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. മഹേഷിനെ പോലീസ് കണ്ടുപിടിച്ചു. അവൾ ചാടി എഴുന്നേറ്റു. എവിടെയുണ്ട് അവൻ? എനിക്കുടൻ കാണണം അവനെ, അവൾ ധൃതി കൂട്ടി. മഹേഷ് അവൻ്റെ അച്ഛൻ്റെ കൂടെയുണ്ട് ഇപ്പോൾ. അവിശ്വാസത്തോടെ അവൾ അവനെ നോക്കി. പരിഹസിക്കാനാണോ ഹരി ഇപ്പോൾ വന്നത്? രമേശേട്ടൻ ജയിലിലല്ലേ? പാരിഷ്യത്തോടെയാണ് അവൾ ചോദിച്ചത്. അല്ല ജ്യോതി, രമേശ് ജാമ്യത്തിലിറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. പോലീസ് ചെന്നപ്പോൾ അയാൾ വീട്ടിലുണ്ട്. ക്രഷിൽ നിന്ന് മഹേഷിനെ മോഷ്ടിച്ചതാണെന്നാണ് അയാൾ പറഞ്ഞത്.
വലിയ ഒരു ഭാരം നെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ അവൾക്ക് തോന്നി. ഹരിയെ വെറുതെ സംശയിച്ചു. സാരമില്ല, മഹേഷ് രമേശേട്ടൻ്റെ അടുത്തുണ്ട്. ഇനി അവനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ രമേശേട്ടൻ എങ്ങനെ അറിഞ്ഞു മഹേഷ് ക്രഷിലുണ്ടെന്ന്? അത് അവളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. സമാധാനമായില്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മഹേഷിനെ തിരിച്ചു നൽകാൻ ആവശ്യപ്പെടാം, ഹരികൃഷ്ണൻ പറഞ്ഞു. അത് വേണ്ട ഹരി. മഹേഷിൻ്റെ ഉടമസ്ഥാവകാശം അവൻ്റെ സ്വന്തം അച്ഛനിലാണ്. അവനെ രമേശേട്ടനെടുത്തോട്ടെ. എനിക്ക് വിഷമമൊന്നുമില്ല, പ്രസന്നവദനയായി അവൾ. ഹരികൃഷ്ണന് സന്തോഷം തോന്നി. ജ്യോതി ഇപ്പോഴാണ് ശരിക്കും സ്വതന്ത്രയായത്. ഇനി ധൈര്യമായിട്ട് അമ്മയുടെ അടുത്ത് വീണ്ടും ജ്യോതിയുടെ കാര്യം അവതരിപ്പിക്കാം. ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. അമ്മയെ കണ്ട് വിവരം പറയണം. എന്ത് വിവരം? അവൾ ചോദിച്ചു. ജ്യോതി സ്വതന്ത്രയായെന്നും കല്യാണത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടിയെന്നും അവൻ വിശദീകരിച്ചു. അതിന് ഞാൻ പൂർണ്ണ സ്വതന്ത്രയായില്ലല്ലോ ഹരി. ഞാനിപ്പോഴും രമേശേട്ടൻ്റെ ഭാര്യയല്ലേ? അവൾ ഓർമ്മിപ്പിച്ചു. ഡൈവേഴ്സ് കിട്ടിയാൽ നീ സ്വതന്ത്രയാവില്ലേ? കിട്ടുമായിരിക്കും, പക്ഷെ അതിന് എത്ര കാലം കാത്തിരിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. കേസ് നീട്ടിക്കൊണ്ടുപോകാൻ രമേശേട്ടൻ പരമാവധി ശ്രമിക്കും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഹരികൃഷ്ണൻ ഒരു നിമിഷം ചിന്താധീനനായി. ജ്യോതി, നീ ഇപ്പോൾ എനിക്കൊരു വാക്ക് തരണം. തൽക്കാലം എൻ്റെ മനസ്സമാധാനത്തിന്, അവൻ പെട്ടെന്ന് പറഞ്ഞു. എന്താണ്? എന്നെ വിവാഹം ചെയ്യാൻ നീ തയ്യാറാണെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ തയ്യാറാണ് ഹരി. ഇനിയൊരു പരീക്ഷണവും വേണ്ട. ഹരി അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഹരിയെ എനിക്കിനി നഷ്ടപ്പെടാൻ വയ്യ. അവൾ തേങ്ങിപ്പോയി. ജ്യോതിയെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കണമെന്ന് ഹരികൃഷ്ണന് അപ്പോൾ തോന്നി. അവൻ്റെ ചിന്ത മനസ്സിലാക്കിയതുപോലെ അവൾ വലത് കൈ അവൻ്റെ നേരെ നീട്ടി. അവൻ അവളുടെ കൈ പിടിച്ചു. അത് അവരുടെ ആദ്യത്തെ സ്പർശനമായിരുന്നു. ജ്യോതി ഇനി എന്നെന്നും തൻ്റേത് മാത്രമായിരിക്കുമെന്ന് ആ നിമിഷം അവന് ബോധ്യമായി. മതി, എനിക്ക് വിശ്വാസമായി. ഇപ്പോൾ തന്നെ ഞാൻ അമ്മയെ കാണാൻ പോവുകയാണ്. ഹരികൃഷ്ണൻ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. തൻ്റെ ജീവിതത്തിൽ നിന്ന് വഴിമാറിപ്പോയ വസന്തകാലം വീണ്ടും തിരിച്ചെത്തുകയാണെന്ന് അവൾക്ക് തോന്നി. അന്നുച്ചയ്ക്ക് അവൾക്ക് ഒരു ഫോൺ കോൾ വന്നു. ഹലോ, റിസീവർ എടുത്ത് അവൾ പറഞ്ഞു. ജ്യോതിയല്ലേ? ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടി. രമേഷിൻ്റെ സ്വരമായിരുന്നു അത്. അതെ, ഞാൻ രമേഷാണ്. അവളൊന്നും മിണ്ടിയില്ല. നിനക്ക് ചെമ്പകശ്ശേരി നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടിയല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ ജ്യോതി. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങൾ? നിന്നെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല. നമ്മളൊരിക്കലും ഒന്നിച്ച് ചേരേണ്ടവരായിരുന്നില്ല. വൈകിയാണ് എനിക്കത് മനസ്സിലായത്. കുറേ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനോരോന്നിനും പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഞാനിപ്പോൾ. കേട്ടതൊന്നും വിശ്വസിക്കാൻ തോന്നിയില്ല അവൾക്ക്. എന്തു പ്രായശ്ചിത്തങ്ങൾ? മഹേഷിനെ ഞാൻ മകനായി അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ അവനെ മകനായി സ്വീകരിച്ചു. ക്രഷിൽ നിന്ന് അവനെ കൊണ്ടുപോയത് ഞാനാണ്. അവനിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അടുത്ത പ്രായശ്ചിത്തം എന്തായിരിക്കുമെന്നോർത്ത് അവൾ ഭയപ്പെട്ടു. നിനക്ക് കാർത്തികയെ ഓർമ്മയുണ്ടോ? കൊല്ലപ്പെട്ട സുഭാഷിൻ്റെ പെങ്ങൾ. അവളിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അവൾ അനാഥയാണ് ഇപ്പോൾ. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നിൻ്റെ സഹായം വേണം എനിക്ക്. എന്തു സഹായം? ആന്തരോടെ അവൾ ചോദിച്ചു. നമ്മൾ വേർപിരിയണം. അതിന് ജോയിൻ്റ് ഡൈവേഴ്സ് സൂട്ട് ഫയൽ ചെയ്യണം. നാളെ നീ വീട്ടിലേക്ക് വരണം. ഞാൻ അവിടെ വന്ന് കൊണ്ടുപോരാം നിന്നെ. എന്നിട്ട് നിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. ഞാൻ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടുചെന്ന് വിടാം. മഹേഷിനെ ഒരിക്കൽ കൂടി കാണാൻ അവൾക്ക് ആഗ്രഹം തോന്നി. ഞാൻ വരും, അവൾ സമ്മതിച്ചു. നാളെ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വരാം. നീ അര ദിവസത്തെ ലീവ് എടുത്താൽ മതി. സുലോചന ചേച്ചിയും ശശാങ്ക ചേട്ടനും വീട്ടിലുണ്ടാകും. എന്താ? ശരി. രമേഷ് മെല്ലെ റിസീവർ വെച്ചു. അയാളുടെ ചുണ്ടുകളിൽ ക്രൂരമായ ഒരു പുഞ്ചിരി ഊറിക്കൂടി. ജ്യോതിയുമായുള്ള സംഭാഷണം കേട്ടുകൊണ്ട് കാർത്തിക അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്തിനാ ജ്യോതിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? വക്കീൽ ഓഫീസിൽ ചെന്ന് പെറ്റീഷൻ ഒപ്പിട്ട് കൊടുത്താൽ പോരായോ? അവൾ ചോദിച്ചു. പോരാ. പെറ്റീഷൻ ഒപ്പിടാനല്ല ഞാൻ അവളെ കൊണ്ടുവരുന്നത്. പിന്നെ? അവൾ സംശയഭാവത്തിൽ അയാളെ നോക്കി. അയാൾ അലമാര തുറന്ന് വിരൽ വണ്ണമുള്ള ഒരു ചെറിയ കുപ്പിയെടുത്തു. അത് നിറയെ നിറമില്ലാത്ത ദ്രാവകമുണ്ടായിരുന്നു. അവൾ വരുമ്പോൾ നീ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കും. അവൾക്ക് കൊടുക്കാനുള്ള ജ്യൂസിൽ ഈ മരുന്ന് മുഴുവൻ കലർത്തും. കാർത്തിക ഒന്ന് ഞെട്ടി. പേടിക്കണ്ട, വിഷമൊന്നുമല്ല ഇത്. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവൾ തലചുറ്റി വീഴും. അതോടെ അവളുടെ സപ്തനാഡികളും നശിക്കും. ബോധം തെളിഞ്ഞാലും അവൾ സംസാരിക്കുകയില്ല, കൈക്കാലുകൾ ചലിപ്പിക്കുകയില്ല. അവൾ വെറും ജീവശവം. രമേഷ് പൊട്ടിച്ചിരിച്ചു. ആ ശവത്തെ ഞാൻ അവന് കൊടുക്കും. ജീവിതകാലം മുഴുവൻ അവൻ അത് വെച്ച് പൂജിച്ചോട്ടെ. കാർത്തിക ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി നിന്നു. 2 മണിയായപ്പോൾ ജ്യോതിയുടെ ഓഫീസ് മുറിയിലേക്ക് ഹരികൃഷ്ണൻ വന്നു. നമുക്ക് പോയാലോ? അവൻ ചോദിച്ചു. പോകാം. ഹാൻഡ് ബാഗുമെടുത്ത് അവൾ എഴുന്നേറ്റു. രണ്ടുപേരും ഓഫീസിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് നടന്നു. ഞാൻ ഹരിയോടൊപ്പം വന്നോളാമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല. എങ്കിൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അയഞ്ഞത്. നടക്കുമ്പോൾ അവൾ പറഞ്ഞു. അയാളുടെ മനസ്സ് അത്ര ശുദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ജ്യോതി. അതുകൊണ്ടാണ് നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് മടി. ഹരികൃഷ്ണൻ ഡോർ തുറന്ന് കാറിലേക്ക് കയറി. പിന്നാലെ അവളും കയറി.
ഹരി എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ധൈര്യം കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നു. മഹേഷിനെ കാണണം, പിന്നെ പെറ്റീഷൻ ഒപ്പിടണം. രാമപുരത്തേക്ക് കാർ ഓടി. യാത്രക്കിടയിൽ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ രമേഷിൻ്റെ വീട്ടുമുറ്റത്ത് ചെന്ന് കാർ നിന്നു. രമേഷ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ സൗഹൃദത്തോടെ ഹരികൃഷ്ണൻ്റെ നേരെ കൈനീട്ടി. വരണം ഹരി, നമ്മൾ മുമ്പ് ശത്രുക്കളായിരുന്നു. അതൊക്കെ നമുക്ക് മറക്കാം. നമ്മളിന്ന് മിത്രങ്ങളാകാൻ പോവുകയാണ്. ഹരി അയാളുടെ കൈ പിടിച്ചു. രമേഷ് തല തിരിച്ച് ജ്യോതിയെ നോക്കി. ഇന്നലെ വരെ നീ ഇവിടുത്തെ വീട്ടുകാരിയായിരുന്നു. ഇന്നു മുതൽ നീ അതിഥിയാണ്. കയറുക ജ്യോതി, അയാൾ ക്ഷണിച്ചു. രമേഷിനൊപ്പം ഹരികൃഷ്ണനും ജ്യോതിയും സ്വീകരണ മുറിയിലേക്ക് ചെന്നു. അവിടെ കാർത്തിക കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാർത്തികയെ രണ്ടുപേർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അവൾ എൻ്റെ ഭാര്യയാകാൻ പോവുകയാണ്. കാർത്തിക അസ്വസ്ഥതയോടെ ചിരിച്ചു. കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, തണുത്തത് മതി, അയാൾ അവൾക്ക് നിർദ്ദേശം കൊടുത്തു. മഹേഷ്, ജ്യോതിക്ക് അവനെ കാണാൻ തിടുക്കമായി. അവനെയും കൊണ്ട് ചേച്ചിയും ചേട്ടനും കൂടി ടൗണിൽ പോയിരിക്കുക. ഇനി വരുമ്പോൾ ഒരു നേരമാകും. സാരമില്ല, അവനൊരു ദിവസം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, രമേഷ് ഏറ്റു. ഡൈവേഴ്സ് പെറ്റീഷൻ്റെ കാര്യം പെട്ടെന്ന് ഹരി ഓർമ്മിപ്പിച്ചു. അത് നാളെ നമുക്ക് വക്കീൽ ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കാം. അത് വേണ്ട രമേഷ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ജ്യോതിയുടെ വക്കീൽ തന്നയച്ചതാ, കാറിലിരിപ്പുണ്ട്. ജ്യോതി ചെന്ന് കൊണ്ടുപോകാനുള്ളതെല്ലാം ബാഗിലെടുത്ത് വയ്ക്കേ, ഹരികൃഷ്ണൻ പറഞ്ഞു. എനിക്കിവിടുന്ന് ഒന്നും കൊണ്ടുപോകാനില്ല ഹരി, അവൾ അറിയിച്ചു. ഹരികൃഷ്ണൻ എഴുന്നേറ്റ് കാറിനടുത്തേക്ക് ചെന്നു. ഉടൻ തന്നെ രമേഷ് അടുക്കളയിലേക്ക് പോയി. 3 ഗ്ലാസ്സുകളിൽ കാർത്തിക പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. പോക്കറ്റിൽ നിന്ന് കുപ്പിയെടുത്ത് അതിലെ ദ്രാവകം മുഴുവൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അയാൾ സ്പൂണെടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഈ ഗ്ലാസ് വേണം അവൾക്ക് കൊടുക്കാൻ, മനസ്സിലായല്ലോ? കാർത്തിക തലകുലുക്കി. രമേഷ് സ്വീകരണ മുറിയിലേക്ക് മടങ്ങി. അപ്പോഴേക്ക് ഹരികൃഷ്ണൻ നീല നിറത്തിലുള്ള ഒരു ഫയലുമായി വന്നു. ഇതാ, രണ്ടുപേരും ഒപ്പിട്ടോളൂ. വിവാഹമോചനത്തിനുള്ള സംയുക്ത അപേക്ഷയിൽ ആദ്യം രമേഷും പിന്നെ ജ്യോതിയും ഒപ്പിട്ടു. കാർത്തിക അപ്പോൾ ഒരു ട്രേയിൽ 3 ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസുമായി വന്നു. ഒരു ഗ്ലാസ് എടുത്ത് അവൾ ജ്യോതിക്ക് കൊടുത്തു. ഒരെണ്ണം ഹരികൃഷ്ണനും എടുത്തു. ശേഷിച്ചത് രമേഷും എടുത്തു. 3 പേരും ജ്യൂസ് കുടിച്ചു. ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. ഹരികൃഷ്ണനും ജ്യോതിയും എഴുന്നേറ്റു. ജ്യോതിയുടെ മുഖത്തേക്ക് രമേഷ് ഉറ്റുനോക്കി. വരട്ടെ കാർത്തികെ, ജ്യോതിക പറഞ്ഞു. അവൾ ഹരികൃഷ്ണനോടൊപ്പം ചെന്ന് കാറിൽ കയറി. കാർ മെല്ലെ മുന്നോട്ട് നീങ്ങി. വിശ്വാസം വരാതെ രമേഷ് അത് നോക്കി നിന്നു. പെട്ടെന്ന് അയാൾ കോപത്തോടെ കാർത്തികയെ നേരിട്ടു. നീ ആ ജ്യൂസ് മാറ്റിക്കളഞ്ഞു അല്ലടിയോ, നന്ദിയില്ലാത്തവളെ. അവളെ തല്ലാനായി രമേഷ് കൈ ഉയർത്തി. പാതി വഴി കൈ ഉയർന്നെങ്കിലും രമേഷ് പെട്ടെന്ന് ശബ്ദത്തോടെ നിലത്തേക്ക് കുഴഞ്ഞു വീണു. കാർത്തിക അയാളെ നോക്കി നിന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.